എല്ലാവർക്കും നമസ്കാരം. പുതുവർഷം പുലരിയിൽ ഇന്ന് മമ്മിയൂരപ്പൻ്റെ തിരുസന്നിധിയിൽ എത്തിപ്പെടാൻ സാധിച്ച നമ്മൾ ഓരോരുത്തരും സുഹൃതികളാണ്. പുതുവർഷത്തിൽ ഓരോ മനുഷ്യരും പുതുമയോടുകൂടി പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ആചരിക്കാറുണ്ട്, അനുഷ്ഠിക്കാറുണ്ട്, പല പ്രവൃത്തികളിലും ഏർപ്പെടാറുണ്ട്. പുത്തൻ പുതിയ പ്രതീക്ഷയോടുകൂടി അതിൽ ആധ്യാത്മിക പാതയിൽ യാത്ര ചെയ്യുന്ന ചുരുക്കം ചില സുഹൃത്തുക്കൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒത്തുചേരാൻ സാധ്യമാകുകയുള്ളൂ. ഏതായാലും ഈ അതിരുദ്ര യജ്ഞത്തോടനുബന്ധിച്ച് ഇവിടെ നടന്നു പോരുന്ന യജ്ഞത്തിന്റെ സമാരംഭ ദിവസമാണ്, 1-ാം ദിവസമാണ്. മുൻപും ഇതേപോലെയുള്ള വേദിയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച മമ്മിയൂർ ദേവസ്വത്തിന്റെ എല്ലാ സാരഥികൾക്കും വിശിഷ്യ ബൈജുവിനും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഭാഷണം ആരംഭിക്കുകയാണ്. ഞാൻ ഇന്ന് നിങ്ങളുമായി ആശയവിനിമയം നടത്തുന്നത് ഭക്തിയും യുക്തിയും എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഭക്തരാണല്ലേ. ഈ ലോകത്തിലുള്ള ജനസംഖ്യയിൽ 95% ആൾക്കാരും ഏതെങ്കിലും വിധത്തിലുള്ള വിശ്വാസങ്ങളിലൂടെ ജീവിക്കുന്നവരാണ്, ഏത് മതത്തിലായാലും. അതിനെല്ലാം നമുക്ക് ഭക്തി മാർഗം എന്ന് പറയാം. പക്ഷേ കാലാകാലങ്ങളായി നമ്മൾ ഈ ഭക്തിപൂർവം ചിന്തിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ പിന്തുടർന്നിട്ടും എന്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കുറയുന്നില്ല, കൂടിയാണ് വരുന്നത്. അതിന് ആശ്വാസം തേടിയാണ് നമ്മൾ ഭഗവത് ചരണങ്ങളിൽ എത്തപ്പെടാറ്. നമ്മളിങ്ങനെ അനുവർത്തിച്ചിട്ടും ഫലം കിട്ടാത്തത് എന്തുകൊണ്ടാണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഭക്തി ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ പിന്നുള്ള യുക്തി നമുക്കറിയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന മോക്ഷമാണല്ലേ. മോക്ഷം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ചില അറിവുകൾ നമുക്കുണ്ട്, പക്ഷെ തിരിച്ചറിവുകൾ ഇല്ലാത്തതാണ് മാറ്റം നമുക്കുണ്ടാകാത്തത്. ഭക്തി ആചരിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള കൃത്യമായ ശാസ്ത്രം അറിയാതെ നമ്മൾ എന്ത് ഭക്തി ആചരിച്ചാലും ഫലപ്രാപ്തി ഉണ്ടാകില്ല. അതുകൊണ്ടാണ് കാലങ്ങളായിട്ട് നമ്മൾ ആരാധന നടത്തുന്നുണ്ട്, അനുഷ്ഠാനങ്ങൾ നടത്തുന്നുണ്ട്, മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നുണ്ട്, യജ്ഞങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഭക്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ അതിന്റെ പിന്നിലുള്ള യുക്തി അറിയാത്തത് കാരണം ഫലം കിട്ടുന്നില്ല, മോക്ഷം കിട്ടുന്നില്ല. അപ്പൊ നമ്മൾ ചില അറിവുകളുണ്ട് നമുക്ക് ഈ രംഗത്ത്, അല്ലെ ഏത് രംഗത്തും, അല്ലെ നമ്മളെ പറ്റി പോലും, പക്ഷെ തിരിച്ചറിവില്ല. അറിവുകൊണ്ട് തിരിച്ചറിവുണ്ട്. ഏതോ സാമാന്യന ചില അറിവുകളൊക്കെ ഉണ്ട്. അതിന്റെ പിന്നിൽ തിരിച്ചറിവ് മനസ്സിലാക്കി നമ്മൾ ജീവിതത്തിൽ ശ്രമിക്കുമ്പോഴാണ് മാറ്റം ഉണ്ടായിരുന്നു. മാറ്റം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് പുതുവർഷത്തിൽ എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ ദൈവിക സന്നിധിയിൽ നമ്മൾ ജനിച്ചപ്പോൾ മുതല് മനസ്സിലാക്കിയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിന്റെ പിന്നിലുള്ള രഹസ്യം അറിയാത്തതാണ് ഭഗവാന്റെ പ്രസാദം നമുക്കുണ്ടാകാത്തത്, കടാക്ഷം ഉണ്ടാകാത്തത്. ഇവിടെ ഈ സന്നിധി എന്ന് പറയുന്നത് പരമശക്തനായിട്ടുള്ള അതിശക്തി സ്വരൂപനായിട്ടുള്ള ശിവ ഭഗവാന്റെ സന്നിധിയിലാണ്. സദാശിവം എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന ശിവസന്നിധിയിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ശിവം എന്നാൽ ഊർജം എന്നാണ് അർത്ഥം, ശക്തി സ്വരൂപമാണ്. ഈ ശക്തിയെ നമുക്ക് യുക്തിപൂർവ്വം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ എന്താണ് ഭക്തി? ഭക്തിയിലെ യുക്തി അറിയണം. ഭക്തിയിലെ യുക്തി അറിഞ്ഞാൽ മുക്തി ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള പദങ്ങളെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഭക്തി, യുക്തി. മുക്തി ലഭിക്കണം എല്ലാവർക്കും. എന്തിൽ നിന്നുള്ള മുക്തിയൊക്കെ നമുക്ക് വേണ്ടത്? രോഗങ്ങളിൽ നിന്നുള്ള മുക്തി വേണം, അനാരോഗ്യത്തിന് ആരോഗ്യം വേണ്ടേ? പിന്നെന്ത് വേണം? സമ്പത്ത് വേണം, ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി വേണം, ദുഃഖത്തിൽ നിന്നുള്ള മുക്തി വേണം. സത്യത്തിൽ ഇതിനൊക്കെ അല്ലേ നമ്മൾ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുന്നത്? എന്തുകൊണ്ട് നമുക്ക് ആ മുക്തി കിട്ടുന്നില്ല? യുക്തിപൂർവം ഭക്തി ചെയ്യുന്നില്ല. അപ്പം ഭക്തിയിലെ യുക്തി കഴിയുമ്പോൾ മുക്തി കിട്ടുന്നു. മുക്തിയിൽ നിന്ന് നമുക്ക് മോക്ഷം ലഭിക്കുന്നു. മോക്ഷം, ഈ പദവും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? എല്ലാവരും മോക്ഷം തരണേ എന്നല്ലേ പ്രാർത്ഥിക്കാറുള്ളത്. എന്താണ് ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ? മോക്ഷം ലഭിക്കണമെങ്കിൽ സാക്ഷാൽ
പരമശിവനിൽ ശരണാഗതിയാകണം. പരമമായ ശിവം അതിൽ ശരണാഗതിയാകുമ്പോൾ മാത്രമേ മനുഷ്യജന്മത്തിൽ മോക്ഷപ്രാപ്തി ലഭിക്കുകയുള്ളൂ. മോക്ഷം മോക്ഷം എന്ന് എപ്പോഴും നമ്മൾ ദിവസവും പറയുന്നതാണല്ലേ, പ്രത്യേകിച്ച് പ്രായഭാവം പറയും, എന്നാപ്പ മോക്ഷം കിട്ടുക. മോക്ഷം കിട്ടുന്നല്ലോ. നമ്മൾ എന്താ ധരിച്ചിരിക്കുന്ന മോക്ഷത്തെ സംബന്ധിച്ച്? ഇവിടെ നിന്ന് ഈ ശരീരം വിട്ട് ഈ ജീവൻ വിഷ്ണുപാദങ്ങളിൽ പുഴുകുന്നതാണ് മോക്ഷം എന്നാണ് നമ്മളെല്ലാം കരുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ മരിക്കുന്ന സമയത്താണ് മോക്ഷം, ഭഗവാന്റെ അടുത്തേക്ക് പോകുന്ന സമയത്തെയാണ് മോക്ഷം എന്നല്ലേ ധരിച്ചിരിക്കുന്നത്. ആണോ അല്ലയോ? ഞാനിവിടെ വലിയ പ്രസംഗം കാഴ്ചവെക്കാൻ വന്നതല്ല, നമ്മളിലുള്ള ചില അറിവുകളെ ചില തിരിച്ചറിവുകളാക്കി നിങ്ങളുമായിട്ടും സംവദിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനും കുറെ അറിവുകളൊക്കെ പണ്ട് അറിയുന്നു, പക്ഷെ തിരിച്ചറിവിലേക്ക് വന്ന ആ അറിവ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ വന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം മോക്ഷം, മോഹത്തിന്റെ ക്ഷയമാണ് മോക്ഷം എന്ന് പറയുന്നത്. മോഹങ്ങളാണല്ലോ മനുഷ്യന് പലപ്പോഴും വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കേട്ടിരിക്കുന്ന മോക്ഷം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ മരണം അടയണം, അപ്പൊ എല്ലാ മോഹങ്ങളും തീർന്നു എന്നുള്ളതാണ് ഒരു കാഴ്ചപ്പാട്. മറ്റൊന്ന്, മഹാസന്യാസിമാരെയും യോഗിവരന്മാരൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ? ഈ ഭൗതിക ജീവിതത്തിൽ നിന്ന് നമ്മൾ എല്ലാം ത്യജിക്കുക. എല്ലാം ത്യജിച്ചു കഴിഞ്ഞാൽ ആഗ്രഹങ്ങൾ ശമിക്കുന്നു, അതിലൂടെ മോക്ഷം കിട്ടുന്നു. ഈ ഒരു രീതിയിൽ നമ്മൾ കേട്ടിട്ടില്ലേ? അതാണ് പരമമായ പുണ്യമെന്നുമാണ്. പക്ഷേ എന്നാൽ നമ്മളിപ്പോ ജീവിക്കുന്ന കാലഘട്ടം, യുഗം ഏത് യുഗമാ? നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലേ, കലിയുഗം. കലിയുഗത്തെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. ഈ കലിയുഗത്തില് മോക്ഷം എന്ന് പറഞ്ഞാൽ, കലിയുഗവാസികൾ മോക്ഷത്തിൽ പോകേണ്ടത് ഇവിടെ സർവസമ്പത്തുമുണ്ട്, സർവസമ്പന്നതയുമുണ്ട്. ആ ഓരോ സമ്പത്തും നമ്മള് യോഗ്യമായ രീതിയിൽ നേടി അനുഭവിച്ച് ഓരോന്നിനും മോഹക്ഷയം സംഭവിക്കണം. അങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റണം. അതായത് നമുക്ക് എന്തെല്ലാമാണ് ആഗ്രഹങ്ങൾ ഇവിടെ ഉള്ളത്? നമുക്ക് പ്രയാസങ്ങൾ ഒഴിവാകണം. അത് ഒഴിവാകുമ്പോഴല്ലേ ആ മോഹത്തിന്റെ ക്ഷയം. ഒരു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അവന് ഏറ്റവും നല്ല മാർഗോടുകൂടി വിജയിക്കുന്നതാണ് മോഹം, അല്ലെ? ആ മോഹം വിജയിച്ചു കഴിയുമ്പോൾ ആ ക്ഷയം വരണം. അത് കഴിഞ്ഞാലോ അവന് ജോലി ലഭിക്കണം. നല്ല ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ മോഹത്തിന്റെ ക്ഷയം സമ്പാദിക്കണം. പിന്നോ നല്ലൊരു കുടുംബജീവിതം നയിക്കണം, ഒരു മോഹമാണ്. നല്ലൊരു കുടുംബജീവിതം കിട്ടുമ്പോഴേ ആ മോഹത്തിന് ക്ഷയം സംഭവിക്കുകയുള്ളൂ. ഇനി അടുത്തതോ നല്ല വീട് വെക്കണം, ഇനിയും വാഹനം വാങ്ങണം. ഓരോരോ മോഹങ്ങളും നമ്മൾ നേടുമ്പോഴും മനസ്സിൽ തൃപ്തിയും ഉണ്ടാകണം. അതാണ് മോക്ഷം. ഇനി എന്തെല്ലാം നമുക്കുണ്ടെങ്കിലും ഭൗതിക ജീവിതത്തിൽ ഉണ്ടെങ്കിലും വീണ്ടും വീണ്ടും അടുത്തതിലേക്ക് കൂടുതൽ കൂടുതൽ അത്യാഗ്രഹത്തോട് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ദരിദ്രനാണ്. അപ്പൊ മോക്ഷം എന്ന് പറഞ്ഞാൽ ഭൗതിക ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാമാണോ ഇവിടെ നിന്ന് ആർജിക്കുന്നത്, ആ ആർജിച്ച് അനുഭവിച്ച് അറിഞ്ഞ് ഇവിടെ തന്നെ മോക്ഷപ്രാപ്തിയിൽ പോകണം കലിയുഗത്തിൽ. അതിനാണ് ഭഗവാൻ ഒരിക്കൽ മാത്രം ഒരു അവസരം നമുക്ക് തന്നിരിക്കുന്നത്. യുഗങ്ങൾ, 4 യുഗങ്ങൾ. യുഗം നമുക്ക് പരിചിതമാണ്, കലിയുഗം. എന്താ ഈ കലിയുഗത്തിന്റെ പ്രത്യേകത? സർവത്ര പ്രശ്നങ്ങളല്ലേ. പ്രശ്നങ്ങൾ കൂടി കൂടി പ്രകൃതി അതിൻ്റെതായ സംഹാര താണ്ഡവമാടുന്നു. മഹാമാരികൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. നമ്മൾ സ്വപ്നത്തിലോടും കേട്ട് ഉണ്ടായിരുന്നില്ല കോവിഡ് പോലുള്ള മഹാമാരികൾ. പക്ഷേ നമുക്ക് മുമ്പേ നടന്നുപോയ യോഗീശ്വരന്മാര് യുഗങ്ങൾക്ക് മുമ്പേ, കാലങ്ങൾക്ക് മുമ്പേ കണ്ടിരുന്നു കലിയുഗത്തില് ഇതേപോലെയുള്ള സർവ സത്യനാശത്തിനും ഉള്ള സാഹചര്യങ്ങൾ ഒരുങ്ങും. അവസാനം കലിയുഗം അവസാനിക്കും. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് കലിയുഗത്തിന്റെ അവസാന ഭാഗത്തിലാണ്, അവസാന നാളുകളിലാണ്. അതിന്റെ പ്രത്യാഘാതങ്ങൾ നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. 2030 എടുക്കുമ്പോൾ മരണസംഖ്യ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ആത്മഹത്യയിലൂടെയാണ്. എന്താണ്? പിരിമുറുക്കങ്ങൾ കൂടി, പുറത്തെങ്ങും പോകണ്ട, തലയ്ക്കകത്ത് അങ്ങനെ പ്രശ്നങ്ങൾ കൂടി കൂടി ഒറ്റയ്ക്കൊരു മുറിയിലിരുന്നും തൂങ്ങിച്ചാണ്ട അവസ്ഥ. അങ്ങനെ ഓരോരോ ദിവസങ്ങൾ കഴിയുന്തോറും ദുസ്സഹമായി പ്രശ്നങ്ങൾ കൂടിക്കൂടി വരുന്നു. കലി സംഹാര താണ്ഡവമാടുകയാണ്. പ്രളയങ്ങള്, ദുരിതങ്ങള്, രാജ്യങ്ങൾ തമ്മിലടിക്കുന്നു, വ്യക്തികൾ തമ്മിൽ ശത്രുത, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാകുകയാണ്. കലി സംഹാര താണ്ഡവമാടി അതിന്റെ അവസാന നാളുകളിൽ എത്തുന്നു. അത് കഴിഞ്ഞാൽ കലിയുഗം അവസാനിക്കുന്നു. അവസാനിച്ചു കഴിഞ്ഞാലോ അടുത്ത യുഗം പിറക്കണം. നമ്മുടെ ഈ ലോകത്തിന്റെ കറക്കം എന്ന് പറയുന്നത് ചാക്രിയമാണ്, കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ഇന്ന് രാവിലെ പ്രഭാതം കഴിഞ്ഞാൽ ഉച്ചയായി, വൈകിട്ടായി കഴിഞ്ഞാൽ വീണ്ടും അടുത്ത പ്രഭാതം വരുന്നു, കറങ്ങുകയാണ്, തിരിയുകയാണ്. ചക്രം ചാക്രിയമാണ്.
ആഴ്ചകൾ തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തിങ്കളാഴ്ച കഴിഞ്ഞാൽ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ വീണ്ടും തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആഴ്ചകൾ തിരിയുന്നു, മാസങ്ങൾ തിരിയുന്നു, വർഷങ്ങൾ തിരിയുന്നു. 2024 കഴിഞ്ഞു, 2025 ഇന്ന് തുടങ്ങുന്നു. ഇത് വീണ്ടും ഡിസംബർ കഴിയുമ്പോൾ അതും കറങ്ങുന്നു. പിന്നെ യുഗങ്ങളും തിരിയുന്നു. യുഗങ്ങൾ, അതില് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കലിയുഗം കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും? വീണ്ടും സത്യയുഗം വന്നേ പറ്റൂ. ഓർക്കുക, സത്യയുഗത്തിന്റെ അവസ്ഥ സാക്ഷാൽ പരമശിവന്റെ പ്രപഞ്ചമാണ്. ശിവം എന്ന് പറഞ്ഞാൽ ഊർജം, എനർജി എന്നാണ് അർത്ഥം. എനർജിയെ കാണാൻ പറ്റുമോ? നമുക്ക് ഊർജത്തെ കാണാൻ പറ്റുമോ? പക്ഷെ എല്ലായിടത്തും അടങ്ങിയിരിക്കുന്നു ഊർജ പ്രവാഹം. അതായത് ശിവമയം എന്നാണ് പണ്ട് പറഞ്ഞിരുന്നത്. സർവചരാചരങ്ങളിലും പക്ഷിമൃഗാദികളിലും വൃക്ഷലതാദികളിലും എല്ലാം അടങ്ങിയിരിക്കുന്ന ഊർജ പ്രവാഹമാണ് ശിവം, ശിവമയം. ശിവം നഷ്ടപ്പെട്ടാൽ ജഡം ശവം. ഒരു ജീവശരീരത്തിൽ നിന്നും ശിവമയം നഷ്ടപ്പെട്ടാൽ ജഡമായി മാറുന്നു. അപ്പൊ നമ്മളിലെല്ലാം കുടികൊണ്ടിരിക്കുന്ന ചൈതന്യമാണ് ശിവചൈതന്യം. അത് പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എല്ലാ സ്ഥലത്തും അടങ്ങിയിരിക്കുന്ന ശിവചൈതന്യത്തിന്റെ ഭാഗമാണ് ജീവശരീരങ്ങളെല്ലാം. അത് മനുഷ്യരായാലും ജീവജാലങ്ങളായാലും. 84 ലക്ഷത്തിൽ പരം ജീവജാലങ്ങളാണ് ഈ ഭൗമമണ്ഡലത്തിലുള്ളത്. 84 ലക്ഷത്തിൽ പരം. അതിൽ ഏറ്റവും മുന്തിയ അനുപാതത്തിൽ നിൽക്കുന്നത് യോഗ്യരായിട്ടുള്ളതാണ് മനുഷ്യജന്മം. മനുഷ്യജന്മം പുണ്യജന്മം എന്ന് പറയാൻ കാരണം അതാണ്. അപ്പൊ 84 ലക്ഷത്തിൽ പരം ജീവജാലങ്ങളിൽ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ജീവനാണ് മനുഷ്യജന്മം. ആ മനുഷ്യജന്മം ലഭിക്കുമ്പോൾ മാത്രമേ പരമശിവനെങ്കിലേക്ക് എത്താൻ പറ്റൂ, അല്ലെ കാണാൻ പറ്റൂ, അടുക്കാൻ പറ്റൂ. അതിനോ ശിവനെ നമ്മൾ പ്രധാനം ചെയ്യുന്നത് ഒരു ദൃഷ്ടി കൊണ്ടാണല്ലേ. അതായത് ജ്ഞാനദൃഷ്ടി, തൃക്കണ്ണ്. ഈ തൃക്കണ്ണുള്ളവരാണ് മനുഷ്യര്, അന്തർജ്ഞാനികളാണ് മനുഷ്യര്. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ പ്രതീകാത്മകങ്ങളാണ്. ശിവഭഗവാന്റെ ശിവകുടുംബം എന്ന് പറയുമ്പോൾ പ്രതീകാത്മകമാണ്. അതിന്റെ ഉള്ളിലുള്ള ശാസ്ത്രത്തിലേക്ക് നാം അറിയുമ്പോൾ മാത്രമേ പരിവർത്തനം ഉണ്ടാകുകയുള്ളൂ. നമ്മൾ പുറമേയുള്ള കാഴ്ചകളിലും ചര്യകളിലുമാണ് ഇപ്പൊ കുടുങ്ങി കിടക്കുന്നത്. അതിനകത്തുള്ള സത്യം അറിയുമ്പോഴാണ് നമ്മുടെ ശക്തിയെ പറ്റി നമ്മൾ തിരിച്ചറിയുള്ളൂ. അപ്പം സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, വീണ്ടും സത്യയുഗത്തിലേക്ക് വരണം. അതായത് ആ പ്രപഞ്ച രഹസ്യത്തിലേക്ക് എത്തണം, ദൈവിക ചൈതന്യത്തിലേക്ക് എത്തണം. കലിയുഗം അവസാനിക്കാറായി. കലിയുഗവാസികൾക്ക് മാത്രമേ അടുത്ത ആ യുഗത്തിലേക്ക് എത്താൻ പറ്റൂ. സത്യയുഗത്തിലേക്ക് എത്തണമെങ്കിൽ അല്പസ്വല്പം ഈ പറയുന്ന വൈജ്ഞാനികത, അതായത് ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള താല്പര്യവും അതിൽ യഥാർത്ഥ തിരിച്ചറിവും കിട്ടുന്ന വ്യക്തികൾക്ക്, മനുഷ്യജന്മങ്ങൾക്ക് മാത്രമേ സത്യയുഗത്തിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പം ഇവിടെ വന്നിരിക്കുന്ന നമുക്കെല്ലാം സത്യയുഗത്തിലേക്ക് ഒരു പ്രവേശനം വേണമെങ്കിൽ ഈ രഹസ്യങ്ങളൊക്കെ അറിയണം. അപ്പം നമ്മുടെ ശരീരം എന്ന് പറയുന്നത്, ഞാൻ നേരെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മുടെ ശരീരം എന്ന് പറയുന്ന 3 ഘടകങ്ങളുടെ ഒരു ചേരുവയാണ്. സാമാന്യ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാകും. അതായത് ഖരാവസ്ഥ, സ്ഥൂല ശരീരം. ഈ സ്ഥൂല ശരീരം കൂടാതെ കംപ്ലീറ്റ് നമ്മുടെ ശരീരത്തിൽ എന്താണ്ട് ജലാംശമാണുള്ളത്, അല്ലെ? ദ്രാവകം, വെറ്റാണ്. 82% ജലാംശമാണ്. പിന്നോ ശിവമയം, അതായത് ഊർജം. ഊർജം എന്ന് പിന്നീട് കണ്ടുപിടിച്ചാണ്. പണ്ട് ശിവം ചൈതന്യമാണ്. അപ്പൊ ഈ 3 ഘടകങ്ങളുടെയും ഒരു സമന്വയമാണ് ജീവശരീരങ്ങളെല്ലാം. അത് മനുഷ്യനാണേലും ജീവജാലങ്ങളാണേലും സസ്യങ്ങളാണേലും ഈ 3 ഘടകങ്ങൾ ഉണ്ടാവും. ഏതൊക്കെയാ? ഖരമുണ്ട്, ദ്രാവകമുണ്ട്, ഊർജമുണ്ട്. ഈ ഊർജമാണ് ശിവം എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇതില് മനുഷ്യന് സാധാരണ ബോധ്യമാകുന്നത് ഖരാവസ്ഥയിലുള്ളത്, ശരീരത്തെ കണ്ടുതൊട്ട് മനസ്സിലാക്കാം, ദ്രാവകത്തെ മനസ്സിലാക്കാം. പക്ഷെ ഊർജത്തെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. പകിക്കാൻ പറ്റില്ല ഊർജത്തെ. ഖരത്തെ നമുക്ക് മുറിച്ചു മാറ്റാം, ദ്രാവകത്തെ വേർപെടുത്താം, പക്ഷെ എനർജിയെ, ഊർജത്തെ മുറിക്കാൻ പറ്റില്ല, വിഭജിക്കാൻ പറ്റില്ല. വിഭജിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഭഗവാനെ എന്ന് വിളിക്കുന്നത്. വിഭജിക്കാൻ പറ്റാത്ത എനർജിയെ എന്നാണ് വിളിക്കുന്നത്. കാണാൻ പറ്റാത്ത, വിഭജിക്കാൻ പറ്റാത്ത ഊർജത്തിനെല്ലാം മനസ്സിലാക്കാൻ പേരുകൾ, നാമങ്ങൾ നൽകിയിട്ടുണ്ട്. ഇലക്ട്രിസിറ്റിക്ക്, കറണ്ടിന് കാണാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ?
സർവശക്തനാണ്, കാണാൻ പറ്റില്ല. പക്ഷെ ആ പേരിലൂടെ അല്ലേ കറണ്ടിന്റെ പ്രഭാവം നമ്മൾ അറിയുന്നത്. എന്തെല്ലാം പേര് നമ്മൾ അറിയപ്പെടുന്നുണ്ട്? വൈദ്യുതി എന്ന് പറയും, വിദ്യുശക്തി എന്ന് പറയും, അല്ലെ, ബിജലി എന്ന് പറയും, കറണ്ട് എന്ന് പറയുന്നത് പല പേരുണ്ട്. സംഗതിയെല്ലാം ഒന്നല്ലേ? അപ്പൊ ഈ പ്രപഞ്ചത്തിലുള്ള ഊർജമെല്ലാം ഒന്നാണ്. ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന സത്ത് ശിവമയമാണ്. അതിനെ തിരിച്ചറിയാൻ പല പേരിട്ടിരിക്കുന്നു. അപ്പൊ ഭഗവാനെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗിക്കാൻ പറ്റാത്ത ഊർജമേ, ശക്തിയെ എന്നാണ് വിളിക്കുന്നത്. ഭഗിക്കാൻ പറ്റാത്ത ഒരേ ഒരു ശക്തിയേ ഉള്ളൂ, അതാണ് ശിവശക്തി, പ്രപഞ്ചശക്തി. അത് എല്ലായിടത്തും അടങ്ങിയിട്ടില്ലേ? അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയും പ്രപഞ്ചത്തിലുള്ള ശക്തിയും നിങ്ങളുടെ ഉള്ളിലെല്ലാം ഒന്നല്ലേ? എല്ലാവരും ഒരു പിതാവിന്റെ, ഒരച്ഛന്റെ മക്കളല്ലേ? നമ്മുടെ ഉള്ളിൽ ഈ ഊർജം എപ്പോഴാ കയറിയത്? മാതാവിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞായിട്ട് ഉരുവെടുത്തപ്പോൾ ഈ ഷേപ്പൊന്നുമില്ല. ഒരു ദ്രാവകാവസ്ഥയിൽ ഒരു ഫ്ലൂയിഡായിട്ട് ഒരു കശുവണ്ടിപ്പരിപ്പിന്റെ പോലെ ആയി വന്ന സമയത്ത് അകത്തൊരു ഊർജം ചലിച്ച നിമിഷത്തിലാണ് ഈ ലോകത്ത് വന്നത്. മാതാവിന്റെ ഉദരത്തിൽ നമ്മൾ പുറത്തു വന്ന ദിവസമല്ല, അതിനു മുമ്പേ ഊർജം, ശക്തി, ശിവൻ ലയം നമ്മളിൽ എത്തിയപ്പോഴാണ് ഈ ഒരു മനുഷ്യജന്മം കൊണ്ടത്. അന്ന് മുതൽ നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയതാണ് ഈ പ്രപഞ്ചശക്തി. അത് അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ നിലനിൽക്കുന്നു. വീണ്ടും ഈ ഊർജം എവിടെ നിന്ന് വന്നോ അവിടേക്ക് പിരിയുന്നതാണ്, മാറുന്നതാണ് നമ്മൾ സാധാരണ പറയുന്ന മരണം എന്ന് പറയുന്നത്. സത്യത്തിൽ ഊർജത്തിന് മരണമില്ല, ഭഗവാന് മരണമില്ല. നമ്മളുടെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്ന ചൈതന്യം അത് തന്നെയാണ്. ആ ചൈതന്യത്തിനെ വർദ്ധിപ്പിക്കാനാണ്, അവിടേക്ക് കടന്നുകൂടിയിരിക്കുന്ന സർവ്വ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാനാണ്, കഴുകിക്കളയാനാണ് നമ്മുടെ ആരാധനാനുഷ്ഠാനങ്ങളെല്ലാം. അങ്ങനെ ആ ഊർജത്തിലേക്ക് പിടിച്ചിരിക്കുന്ന മാലിന്യത്തെ കഴുകിക്കളയാനാണ് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനകളും, വഴിപാടുകളും, പൂജകളും, ഹോമങ്ങളും, ഈ പറയുന്ന യജ്ഞങ്ങളെല്ലാം മനുഷ്യ മനസ്സിന്റെ ആ ഊർജത്തിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന മാലിന്യത്തെ കഴുകിക്കളഞ്ഞിട്ട് ഈ ഊർജത്തെ വീണ്ടും നമുക്ക് ഉയർത്തണം, ഉത്തേജിപ്പിക്കണം. ഈ ഉത്തേജിപ്പിക്കാനാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടായ ശിവചൈതന്യം, ഭഗവാൻ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മതങ്ങളും അതല്ലേ പറയുന്നത്. ശബരിമലയിൽ ചെന്നാൽ അവിടെ എഴുതി വെച്ചിട്ടില്ലേ? എന്താ എഴുതി വെച്ചിരിക്കുന്നത്? തത്വമസി. എന്താ കാര്യം? അത് നീയാകുന്നു. ഏത്? ഈ ഊർജം, എനർജി നീയാകുന്നു, നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഇനിയിപ്പം മറ്റു മതങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ ഇതേപോലെ തന്നെ. ബൈബിളിൽ പറയും എന്താ? പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നു. ഖുറാനിലും പറയും അനൽ സൃഷ്ടാവ് നിന്റെ ഉള്ളിൽ കുടികൊള്ളുന്നു. അപ്പൊ എല്ലാ മതങ്ങളിലും, മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് അർത്ഥം. കാണാൻ പറ്റാത്ത ശക്തിയെ അനുഭവിക്കാൻ ചില അഭിപ്രായങ്ങളിലൂടെ സ്വീകരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള, ജന്മന മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെതായ തത്വത്തിലൂടെ അങ്ങോട്ട് എത്തുന്നു. എത്തുന്നതല്ല ഒരിടത്തേക്കാണ്. ഞാൻ പറഞ്ഞു ഏകം സത് വിപ്രാ ബഹുധാ വദന്തി. എല്ലാത്തിലും അടങ്ങിയിരിക്കുന്ന സത്ത് എന്നാണ്. അപ്പൊ ഭഗവാന്മാർക്കും പല പേരിട്ടിട്ടുണ്ട്. ഈ ശക്തിക്ക്, ശിവചൈതന്യത്തിന് പല പേരിട്ടും വിളിക്കാം. കാരണം കാണാൻ പറ്റില്ലല്ലോ. ഭഗവാന്മാർക്ക് എന്തെല്ലാം പേരുണ്ട് കേട്ടിട്ടുണ്ടല്ലോ നമ്മളല്ലേ? ഭഗവാന്മാരുടെ പേര് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപാട് ഭഗവാന്മാരുടെ പേര് ഇട്ടല്ലേ വിളിക്കുന്നത്. എവിടെല്ലാം നമ്മൾ പോകാറുണ്ട്. ഇനി ശക്തി കൂടിയ ഒരു ദൈവത്തിന് എടുത്തോട്ട് പോയാൽ അവിടെ കൂടുതൽ പ്രസാദം കിട്ടുമോ, കൂടുതൽ അനുഗ്രഹം കിട്ടുമോ? ചിലപ്പോ നമ്മള് ബസ് പിടിച്ചാ പോകുന്നത് അല്ലേ? മാറി മാറി പല ക്ഷേത്രങ്ങളിലും. ഇനി കൂടുതൽ ശക്തി കിട്ടുന്നിടത്ത് കിട്ടുമോ? എല്ലായിടത്തും അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിനോടുള്ള മനോഭാവം പോലാണ് ഇത് എവിടെ ഇരുന്നാലും അനുഭവവേദ്യമാകും. ഭഗവാന്മാരുടെ പേരെന്തൊക്കെയാണ്? കൃഷ്ണൻ എന്ന് വിളിക്കാം, ശിവൻ എന്ന് വിളിക്കാം, അല്ലെ, വിഷ്ണു എന്ന് വിളിക്കാം, എന്ത് പേരിട്ട് വിളിക്കാം. ഇനി ഹൈന്ദവീയ മാത്രമല്ല, ക്രിസ്തു എന്ന് വിളിച്ചാലും അള്ളാഹു എന്ന് വിളിച്ചാലും കാണാൻ പറ്റാത്ത ശക്തിയെ കാണാൻ ഒരു നാമം നൽകിയിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഊർജമുണ്ടല്ലോ, നമുക്ക് ഓരോരുത്തർക്കും പേരിട്ടിട്ടില്ലേ നാമം? എന്നാ നമുക്ക് ഈ പേരിട്ടത്? പ്രസവിച്ച ഉടനെയാണോ? പ്രസവിച്ച ഉടനെ ആർക്കെങ്കിലും പേരുണ്ടായിരുന്നോ? ഇല്ല. ആശുപത്രിയിൽ എങ്ങനെ ഇട്ടുന്നത്? ബേബി ഓഫ് സോ. എല്ലാ കുട്ടികളും ബേബിയാണ്. അമ്മയുടെ പേരാണ് ഇട്ടിരുന്നത്. ബേബി ഓഫ് ശാരദ, ബേബി ഓഫ് തുളസി, ഇങ്ങനൊക്കെ പറയാ. 28 പേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് പേരായത്. ആ പേര് നമ്മുടെ ഊർജത്തിനിട്ട പേരാണ്, നമ്മുടെ എനർജിക്കിട്ട പേരാണ്. എന്തിനാ? നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ചുറ്റുമുള്ളവർക്ക് തിരിച്ചറിയാൻ നിങ്ങൾ കിട്ടിക്കുന്ന പേരാണ്. രാമകൃഷ്ണൻ എന്ന് പറയുന്ന നാമധാരിയാണ്. അത് ആ രാമകൃഷ്ണൻ മരിച്ചാൽ പറയുന്നത് രാമകൃഷ്ണൻ പോയി,
എന്നല്ലേ പറയുന്നത്. രാമകൃഷ്ണ ബോഡി വന്നിട്ടുണ്ടോ? രാമകൃഷ്ണ ബോഡി എത്തിയില്ലേ? രാമകൃഷ്ണൻ പോയി, ബോഡിയാണ് ഇങ്ങോട്ട് വന്നത്, ശരീരമാണ് വന്നത്. അപ്പൊ ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ആരാ? അതിശക്തമായ ഊർജ സാന്നിധ്യമാണ്, എനർജിയാണ്. നമുക്ക് ഖരരൂപത്തിലുള്ള സ്ഥൂലമായ ശരീരമുണ്ട്, ദ്രാവകമുണ്ട്. ഇതൊന്ന് ചലിക്കണമെങ്കിൽ ഊർജം വേണ്ട, എനർജി. ഈ എനർജിയെ കാണാൻ പറ്റുമോ? ഇല്ല, പക്ഷെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഈ ഊർജം, ശിവം എല്ലാത്തിലും അടങ്ങിയിരിക്കുന്നു. അപ്പം മാതാവിന്റെ ഉദരത്തിൽ അന്ന് നമ്മൾ ജന്മം കൊണ്ടപ്പോൾ കയറിയ ഊർജം നമ്മൾ ഈ ശരീരം വിടുന്നത് വരെ നമ്മളോടൊപ്പം സ്ഥിതി ചെയ്യുന്നു. അതിനെ പറയുന്നവരാണ് ആത്മാവ്. ആത്മാവ് കേട്ടിട്ടുണ്ടോ? നമ്മള് കേട്ടിട്ടുണ്ട്. യെസ്. അപ്പൊ ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ അടങ്ങുന്ന ജീവ ചൈതന്യത്തെ പറയുന്ന പേരാണ് ആത്മാവ്. ഈ ആത്മാവിലേക്ക് മാലിന്യങ്ങൾ കണ്ടമാനം കടന്നുകൂടിയിരിക്കുന്നു. അതിനെയാണ് സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ പ്രത്യേകിച്ച് സംസ്കാരം ഒന്നുമില്ല, ഊർജത്തിലേക്ക് കയറിയിട്ടില്ല. പിന്നെയോ അവന് ക്രമേണ വളരുമ്പോൾ കണ്ണിലൂടെ കാണുന്നതും ചെവിയിലൂടെ കേൾക്കുന്നതും ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഉള്ളിലേക്ക് പോയ മാലിന്യ സംസ്കാരങ്ങൾ കൊണ്ട് വൈവിധ്യമാണ് മനുഷ്യരെല്ലാവരും. അതിനെ കഴുകിക്കളയണം. ആ ഊർജത്തിലേക്ക് കടന്നുകൂടിയിരിക്കുന്ന മാലിന്യത്തെ കഴുകിക്കളയാനാണ് നമ്മള് പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നതും പാരായണം ചെയ്യുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ആചാര അനുഷ്ഠാനങ്ങളും യജ്ഞങ്ങളിലും ഹോമങ്ങളിലും പങ്കെടുക്കുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നുകൂടിയിട്ടുള്ള മാലിന്യത്തെ കുറച്ചു കൊണ്ടുവരാനാണ്. മാലിന്യത്തെ കുറച്ചു കൊണ്ടുവന്നിട്ട് വേണം നമ്മുടെ ഉള്ളിലുള്ള ഊർജത്തെ ഉയർത്തി പ്രപഞ്ച ഊർജവുമായിട്ട് സന്തുലിത അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുകയുള്ളൂ. ഈ പ്രപഞ്ചത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഈ ശിവചൈതന്യത്തിലെല്ലാം ഉണ്ട്. സമ്പത്തുണ്ട്, സൗഭാഗ്യമുണ്ട്, ഇനി അതോടൊപ്പം രോഗമുണ്ട്, നാശമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഈ പ്രപഞ്ചം. ഈ ശക്തിയിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുള്ള ആത്മാവിലേക്ക് എഴുപതിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ആ മാലിന്യം പിടിച്ചു കിടക്കുകയാണെങ്കിൽ മാലിന്യങ്ങളെ കളയണം. എന്നിട്ട് എന്താണോ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിന് സമാനമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രപഞ്ചശക്തി കൂട്ടിക്കൊണ്ടുവരുന്നു. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? അപ്പൊ നമ്മുടെ ആത്മാവിലേക്ക് എന്താണോ ശക്തമായ രീതിയിൽ നിങ്ങൾ നിറയ്ക്കുന്നത്, ആ നിറയ്ക്കുന്നതിന് സമാനമായ അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അതാണ് ദൈവം നേടിത്തരുന്നു എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, താൻ പാതി എന്നോട് പറയാ, താൻ പാതി ദൈവം പാതി. അങ്ങനല്ലേ കേട്ടിരിക്കുന്നത്? അതായത് നീ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ നീ ചെയ്യണം. നിനക്ക് ഇങ്ങോട്ടൊരു ജന്മം തന്നു, ഇവിടെ സർവ്വതും ഒരുക്കിയിട്ടുണ്ട്. ഈ ജീവിതത്തിൽ കുറച്ചു നാളത്തെ ജീവിത കാലഘട്ടത്തിൽ നിനക്ക് വേണ്ടതെല്ലാം ഇവിടെ ഞാൻ ഒരുക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ട് നിന്നെ ക്ഷണിച്ചത്. നിനക്കത് എപ്പോഴും വേണം സ്വീകരിക്കാം. പക്ഷെ ഈ രഹസ്യം നീ അറിയണം. ഇതറിയാൻ ഇതുവരെ നമുക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ പിന്നെ ഒരു കാരണമുണ്ട്. ആ കാരണം ഞാൻ പിന്നീട് പറയാം. അതറിയണമെങ്കിൽ ഇത്രയും നാൾ എന്തുകൊണ്ട് നമ്മൾ കാണാതെ പോയി, അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ഫിസിക്സിലൊക്കെ നമ്മൾ ഊർജതന്ത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ എഫക്റ്റിന് ഒരു കോസ് ഉണ്ട്, കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയും. ഇപ്പോഴത്തെ എഫക്റ്റ് നല്ലതാണെങ്കിലും ചീത്തയാണേലും അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. അത് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന പ്രശ്നങ്ങളെ ആ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രയത്നിച്ച് പരിഹരിക്കണം. എന്നാൽ ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടും അതിന്റെ ഫലം കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ പിന്നിലും ഒരു കാരണമുണ്ട്. അതിനെ പറയുന്നതാണ് കാർമിക് എഫക്ട് എന്ന് പറയും, കർമ്മദോഷം. ഇപ്പോഴത്തെ ജീവിതത്തിൽ നമ്മൾ ഒന്നും ചെയ്യണമെന്നില്ല. ഇപ്പൊ അനുഭവിക്കുന്ന ദുരിതങ്ങളായിക്കോട്ടെ, കഷ്ടതകളായിക്കോട്ടെ, ചിലർക്ക് നന്മയായിക്കോട്ടെ, നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല. പക്ഷെ ചില കർമ്മ ദോഷങ്ങൾ, കർമ്മ എഫക്റ്റുകൾ, അതിന്റെ സ്വാധീനമാണ് ഇപ്പോൾ കലിയുഗത്തിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേദന തരാനായിട്ട് പലപ്പോഴും വീട്ടിലുള്ള അംഗങ്ങൾ തന്നെ വന്നെന്നിരിക്കാം. ഭാര്യയാകാം വേദന തരുന്നത്, ഭർത്താവായിരിക്കാം, മക്കളായിരിക്കാം, അയലോക്കക്കാരായിരിക്കാം. അങ്ങനെ പല വിധത്തിൽ നമുക്ക് കലിയുഗത്തിൽ വേദന വരാൻ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു. ഇതെല്ലാം എന്താണ്? നമ്മുടെ തന്നെ ഊർജ കേന്ദ്രങ്ങളിലേക്ക് അടങ്ങിയിരുന്ന ആ കാർമിക് എഫക്റ്റ് ആണ്, കർമ്മദോഷങ്ങളാണ്. ഇതിനെയൊക്കെ ഒന്ന് ശുദ്ധീകരിക്കാനാണ് നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നത്. ആരാധനകളും അനുഷ്ഠാനങ്ങളും ചെയ്യുന്ന ക്ലെൻസിങ് എന്ന് ഇംഗ്ലീഷിൽ പറയും, ശുദ്ധീകരിക്കുക. ആ മാലിന്യങ്ങളെ കളഞ്ഞ ശേഷം നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശമാണ്, ആഗ്രഹമെന്ന ഊർജമാണ്
നമ്മളിലേക്ക് എത്തുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, പലതിന്റെയും തത്വം അറിഞ്ഞില്ലെങ്കിൽ അപകടമാണ്. ശക്തിയുള്ളതെല്ലാം ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അപകടമാണ്. വൈദ്യുതിക്ക് ഭയങ്കര ശക്തിയാണല്ലേ, പക്ഷെ ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അവൻ നമ്മളെ ഭസ്മീകൃതമാക്കളെ. ആനയ്ക്ക് നമുക്കറിയാം, എഴുന്നള്ളിക്കുന്ന ആനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. അവനെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യൽ അപകടകാരിയാണ്. ഇതുപോലെയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ. മനസ്സ് സർവശക്തനാണ്, ദൈവം സർവശക്തനാണ്, പക്ഷെ അറിഞ്ഞു കണ്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അപകടകാരിയാണ്. അപ്പൊ അറിഞ്ഞു കണ്ട് ഉപയോഗിക്കാനാണ് നമുക്ക് ദൈവം ബുദ്ധിയും കൂടെ തന്നിരിക്കുന്നത്. എന്നിട്ടൊരു പഴഞ്ചൊല്ലി നമ്മളെ പൂർവികർ പറഞ്ഞു പഠിപ്പിച്ചു, താൻ പാതി ദൈവം പാതി. നീ ചെയ്യാനുള്ളത് നീ ചെയ്തെങ്കിൽ മാത്രമേ എന്റെ പാതി സപ്പോർട്ടായിട്ട് കിട്ടൂ. അല്ല തിരിച്ചല്ലല്ലോ പറഞ്ഞത്, ദൈവം പാതി താൻ പാതി എന്നാണോ? അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ വെറുതെ കൈകെട്ടിയിരുന്നാൽ മതിയായിരുന്നു, എല്ലാം ദൈവം കൊണ്ട് തരുമായിരുന്നു. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം, അതിനുള്ള ബുദ്ധി തന്നെ വിട്ടിരിക്കുന്നത്. അതെന്തുകൊണ്ട് കാണാതെ പോയി? ഇത്രയും നാൾ കാണാതെ പോയി മങ്ങലേൽപ്പിച്ച് കളഞ്ഞ നമ്മളെ, അതിനെ പറയുന്നവരാണ് കർമ്മദോഷം എന്ന് പറയും. ഇതൊക്കെ തിരിച്ചറിയണമെങ്കിൽ, അറിവിൽ തിരിച്ചറിവ് കിട്ടണമെങ്കിൽ ആ വ്യക്തി യോഗ്യരായിരിക്കണം. മനുഷ്യജന്മം കിട്ടിയാൽ തന്നെ യോഗ്യരായിരിക്കണം. പറയാറുണ്ട്, ഈ മനുഷ്യജന്മം കിട്ടിയവരെല്ലാം നിയോഗിക്കപ്പെട്ടവരാണ്, ഈ ഭൂമിയിലേക്ക് വരാൻ ഇടയായവരാണ്. എന്ത് സമ്പത്തും നമുക്ക് നേടാം, എന്ത് ആഗ്രഹങ്ങളും നേടാം, പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഈ മഹാരഹസ്യം അറിയാൻ ജീവിത കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു അവസരം ഉണ്ടാകുമ്പോഴേ തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നുള്ളൂ. അല്ലാത്തടത്തോളം കാലം ചില കർമ്മദോഷത്തിന്റെ എഫക്ട് പറയണം, നമ്മൾക്ക് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കും, കട്ടതകളിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഈ കട്ടതയൊക്കെ മാറാനായിട്ട് നമ്മള് പ്രാർത്ഥനകളും വഴിപാടുകളും പൂജയായിട്ട് പിന്നെയും പിന്നെയും കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ ഈ രഹസ്യം അറിയാനുള്ള ഒരു സമയവും കൂടെ നമുക്കുണ്ടാകണം, തെളിയണം. അതുകൊണ്ട് കേട്ടിട്ടില്ല, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയമാകുമ്പോൾ മാത്രമേ ഈ കാണാൻ പറ്റാത്ത ശക്തി ഇങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നതെന്നുള്ള ഒരു അറിവ്, തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. നമുക്ക് പലപ്പോഴും നമ്മുടെ വീട്ടിൽ പല ഉപകരണങ്ങളൊക്കെ വാങ്ങാറില്ലേ? ഏതാ, ഫ്രിഡ്ജോ ടിവിയോ മൊബൈൽ ഫോണോ ഒക്കെ വാങ്ങുമ്പോൾ അതിനോടൊപ്പം ഒരു പ്രൊഡക്റ്റ് മാനുവൽ കിട്ടാറില്ലേ, എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത്, ഹൗ ടു യൂസ് ഇറ്റ്, യൂസർ മാനുവൽ എന്നാ പറയുന്നത്. ആ പ്രൊഡക്റ്റ് എങ്ങനെ ഉപയോഗിക്കണം, നമ്മൾ ആരെങ്കിലും അത് മുഴുവൻ പഠിച്ചിട്ടാണോ ഉപയോഗിക്കുന്നത്? ആണോ? അല്ല. പിന്നെന്താ ചെയ്യുന്നത്? ആദ്യം അതിങ്ങനെ പാക്കറ്റ് പൊട്ടിച്ചാൽ ആ യൂസർ മാനുവലൊക്കെ മാറ്റിയിടും, നമുക്കറിയുന്ന രീതി കുത്തി കുത്തി പഠിക്കും. അതുകൊണ്ടുള്ള കുഴപ്പം എന്താ? അതിന്റെ 97% നമ്മൾ കാണാതെ പോകുന്നു, അതിന്റെ സാധ്യതകൾ ഉപയോഗിക്കാതെ പോകുന്നു, അറിയാതെ പോകുന്നു, ഇത് കേടായി പോകുന്നു. ഇതേപോലെയാണ് നമ്മുടെ അവസ്ഥ. ഭഗവാൻ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു യൂസർ മാനുവലും തന്നാകിട്ടത്, അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാതെ നമുക്കറിയുന്ന രീതിയിൽ, നമ്മളെ ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിച്ച രീതിയിൽ അത് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടോ ഈ ശ്രേഷ്ഠമായ ജന്മം കിട്ടിയിട്ടും എങ്ങും എത്താതെ പോകുന്നു. മാത്രമല്ല ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. ഇപ്പൊ സർവശക്തനായ പരംപിതാവ്, ആ പരമാത്മാവിന്റെ ഭാഗമാണ് നമ്മുടെ ഉള്ള ജീവാത്മാവ്. ഈ ജീവാത്മാവിനെയും പരമാത്മാവിനെയും തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ബുദ്ധി, ആ വിവേക ബുദ്ധി മനുഷ്യജന്മം കിട്ടുമ്പോൾ മാത്രമേ ലഭ്യമാവുകയുമുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നിയോഗിക്കപ്പെട്ടവരാണ് മനുഷ്യജന്മം. പക്ഷെ അതിൽ ഈ രഹസ്യം അറിയാനിടയാകുന്ന അപൂർവം ചില വ്യക്തികളെ കലിയുഗത്തിൽ ഇടയാവൂ. ഇപ്പൊ തന്നെ നിങ്ങൾ ഇവിടെ ഇത്രയും പേര് ഇരിപ്പുണ്ടെങ്കിൽ ഇത് തന്നെ ശ്രദ്ധിക്കുന്ന ഒരു 10 പേര് കൂടെ ഉണ്ടാവണമെന്നില്ല. കാരണം മറ്റുള്ളവരെല്ലാം പ്രസൻസ്, ഫിസിക്കൽ ബോഡി പ്രസൻസ് ഉണ്ടെങ്കിലും ഈ ഭാഷ മനസ്സിലാവില്ല. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ആ ചൈതന്യം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചൈതന്യത്തെ പറ്റി പറയുമ്പോൾ ബന്ധപ്പെടുകയുള്ളൂ. ഇപ്പൊ ക്രിക്കറ്റ് അറിയാത്ത ഒരാളത് ക്രിക്കറ്റിനെ പറ്റി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ? ആ ക്രിക്കറ്റിന്റെ തത്വം അവരുടെ ഉള്ളിൽ ഉണ്ടാകണം. സംഗീതം അറിയാത്ത ഒരാളിനെ പറ്റിയിട്ട് സംഗീതത്തെ പറ്റി പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇല്ല. അപ്പൊ ഞാനിത് പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങളുടെ ഉള്ളിൽ അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഉള്ളിൽ ആ ദൈവിക ചൈതന്യം, സ്പിരിച്വൽ ചൈതന്യം ഉള്ളത് കൊണ്ടാണ്. ഇതേ രീതിയിൽ ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ മനസ്സിലാകുന്നു, അല്ലെ മനസ്സിലാകില്ല. ഒന്നിലെ നിങ്ങൾ ഉറങ്ങും, അല്ലെങ്കിൽ അവിടെ ഭക്ഷണം ആയിട്ടുണ്ട് അങ്ങോട്ട് ഓടും, പലതിലേക്ക് നമ്മൾ പോകും. നമ്മുടെ ഉള്ളിൽ എന്തുണ്ടോ ആ ഉള്ളിലുള്ളതുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കൂ. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കാൻ ഇടയായത് നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു സമയം അടുക്കണം. 2 രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ യൂസർ മാനുവൽ പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ ഒരു മനുഷ്യജന്മത്തിൽ പറ്റൂ. ഒന്ന്, ജിജ്ഞാസുക്കളായിരിക്കണം. ജിജ്ഞാസയുള്ളവർക്ക് എന്താണ് രഹസ്യം എന്ന് അറിയാനുള്ള ആകാംക്ഷയുടെ അവസാനം തേടിയെത്തും. അല്ലെങ്കിൽ
അവർക്ക് യോഗമാതയിൽ എത്തുമ്പോൾ സമയത്ത് അവരെ പല പല വേദനകളിലൂടെ കടത്തിവിടും. പല പല വേദനകൾ തരുമ്പോഴാണ് അതിന്റെ കാരണം തേടി നമ്മൾ പലയിടത്തും പോകുന്നത്. അങ്ങനെ പോയി ആ കർമ്മദോഷമൊക്കെ കുറേശ്ശെ കുറഞ്ഞു വരുന്ന ഘട്ടത്തിലെ യഥാർത്ഥത്തിൽ ഇത് അറിയാനുള്ള അവസരം ഉണ്ടാവും. അത് ചിലപ്പോൾ നിങ്ങൾ ഒരു ബുക്ക് വായിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ചില വ്യക്തികളെ പരിചയപ്പെടുമ്പോഴായിരിക്കാം, അല്ലെ ഏതെങ്കിലും ഒരു ഇവന്റ് വഴിയെ പോകുമ്പോൾ പരിചയപ്പെടുന്ന ഒരാളിലൂടെ ആയിരിക്കാം, ഒരു ടെസ്റ്റിലൂടെ ആയിരിക്കാം. ശ്രദ്ധയിൽപ്പെടണമെങ്കിലോ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെങ്കിലോ ഉറപ്പായിട്ടും ആ വ്യക്തി യോഗപാതയിൽ എത്തിയിരിക്കണം. എന്നാൽ ഇതെല്ലാം തന്നെ നമ്മുടെ ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളതാണെന്നേ, പലർക്കും കാണാപ്പാടമാണ്. പക്ഷെ ഇതിന്റെ ആന്തരിക അർത്ഥത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. നാരായണീയം വായിക്കുന്നവരാണല്ലോ ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും അല്ലേ, പലരും കാണാപ്പാടമല്ലേ പലതും. പ്രഥമ ശ്ലോകം തന്നെ ഉണ്ടല്ലോ, ആദ്യത്തെ ദശകത്തിൽ പറയാറില്ല, എന്താ പറയാറുള്ളത്? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം അല്ലെ, അങ്ങനെ അങ്ങോട്ട് തുടങ്ങി കാലദേശാവദിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതശ്രേണ നിർഭാഷ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ. ആ വരിയിൽ അങ്ങോട്ട് പിടിച്ചു. അതായത് അസ്പഷ്ടം മീൻസ് കാണാൻ പറ്റാത്തത്, അസ്പഷ്ടം ദൃഷ്ടമാത്രേ, കാണാൻ പറ്റാത്തതിനെ കാണുന്ന രൂപത്തിൽ ദൃഷ്ടമാത്രേ. പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം, പുരുഷാർത്ഥം കിട്ടിയ നീ, മനുഷ്യത്വം കിട്ടിയ നീ, കാണാൻ പറ്റാത്തതിനെ കാണത്തക്ക രീതി തൃക്കണ്ണുകൊണ്ട് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാൻ പറ്റാത്തതിനെ കാണാൻ അനുവദിച്ചിരിക്കുന്ന ജീവനല്ലേ മനുഷ്യജന്മം. ഇപ്പൊ ഇവിടെ നിന്നോണ്ട് നിങ്ങളുടെ വീടിനെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക്. ഏത് കണ്ണുകൊണ്ടാ കണ്ടേ? അസ്പഷ്ടമായിട്ടുള്ളതാണ് വീട് ഈ കണ്ണിന്, പക്ഷെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടില്ലേ? അങ്ങനെ അസ്പഷ്ടം ദൃഷ്ടം മാത്രമേ പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം. ആ ബ്രഹ്മതത്വം, ആ അറിവ് ഗ്രഹിക്കാൻ കഴിവുള്ള മനുഷ്യ, ആ മനുഷ്യജന്മല്ലേ നമ്മള്. അന്ധഭാഗ്യം ജനാനാം, ഇത്രയും ഭാഗ്യം പിന്നെന്ത് വേണോ? ഇതെല്ലാം നമ്മുടെ ഋഷീശ്വരന്മാരെ ടെസ്റ്റിനകത്താക്കി തന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കറ്റത്തി വെച്ച് വായിച്ച് പാരായണം ചെയ്ത് നടക്കും. എന്നിട്ടോ ഫലമൊട്ടും ഉണ്ടാകുന്നില്ല, കാണാപ്പാടാണ്. ഇനിയിപ്പം ഭഗവത്ഗീതയിൽ തന്നെ നോക്കൂ, ആത്മാവിനെ പറ്റി പറയുന്ന 2-ാമത്തെ അധ്യായമാണല്ലോ. അതിലെന്താ പറയുന്നത്? അവ്യക്താനി ഭൂതാനി എന്ന് വെച്ചാൽ ഭൂതത്തിൽ നീ അവ്യക്തമായിരുന്നു. ആരാ? ഈ ഊർജം, ശിവം അവ്യക്തമായിരുന്നു. വ്യക്തമധ്യാനി ഭാരത, വ്യക്തമായിട്ട് മധ്യകാലഘട്ടത്തിൽ മനുഷ്യജന്മം എടുത്തിരിക്കുമ്പോൾ ബുദ്ധി കൊണ്ട് നിനക്ക് എന്നെ കാണാം, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. അവ്യക്താനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യവ തത്രകാപരിദേവന. വീണ്ടും അവ്യക്തതയിലേക്ക് മറയുന്നതാണ് ആര്? ഊർജം, എനർജി. അപ്പൊ ഞാൻ എന്ന് പറയുന്ന ആരാ? ഈ ശിവശക്തിയാണ്, ശിവചൈതന്യമാണ്. ഞാൻ ഒരിക്കലും നശിക്കുന്നില്ല. ഊർജത്തെ അളക്കാൻ പറ്റില്ല. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴേ, ഇന്നിപ്പോ നമ്മളെ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് ഇരിക്കുന്നത് നമ്മളെല്ലാരും, ഈ സത്സംഗിലാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ കയറുമ്പോൾ പ്രദക്ഷിണങ്ങൾ വെക്കാറില്ലേ നമ്മള്? ഉണ്ടല്ലോ, ഉണ്ടല്ലോ. എല്ലാ ക്ഷേത്രങ്ങളും പ്രദക്ഷിണം വെക്കാറുണ്ട്. ഈ നമ്മുടെ ക്ഷേത്രത്തില് അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ പ്രദക്ഷിണം എങ്ങനെയാണ് ചെയ്യാറുള്ളത്? ഇങ്ങനെ അങ്ങോട്ട് വന്ന് ചുറ്റുവോ? ഇല്ല. തിരികെ പോരും. എന്താ ഇതിന്റെ പേരുള്ള ഒരു സയൻസ് എന്താ? ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടല്ലേ ആചാരങ്ങളുടെ ഭാഗമായിട്ട്. ഇതിന്റെ യുക്തി അറിയില്ല. യുക്തി അറിഞ്ഞാലേ മുക്തി കിട്ടൂ അല്ലേ? എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിൽ വരുന്നു, എല്ലാ മഹാക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. നമുക്ക് മുമ്പേ നടന്നു പോയവര് കാട്ടി തന്നിട്ടുണ്ട് പലതും, നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഫലം കിട്ടുന്നില്ല. തിരിച്ച് അവരോട് ചോദിച്ചാൽ എന്തിനായിട്ട് ചെയ്തു ചോദിച്ചാൽ എന്ത് പറയും? അതെന്താണ് ദോഷം, വേണ്ടി പോരും. ഈ ദോഷം എന്താണ്? ശാസ്ത്രീയത മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ശിവക്ഷേത്രത്തിൽ ഇങ്ങനെ ചുറ്റി വരുന്നു, പോകുന്നത് പറഞ്ഞിട്ട് തിരികെ പോകാൻ കാരണം ശിവന്റെ ശിരസിൽ നിന്നും ധാര കോരുന്ന ആ ഗംഗാജലം മറിച്ചു കിടക്കരുത്, മുറിക്കരുത് എന്ന ഒരു കാഴ്ചപ്പാടിലാണല്ലോ അതിനെ ദോഷമെന്ന് പറയുന്നു അല്ലെ? മഹാനദിയായ പുണ്യനദിയായ ഗംഗയെ മുറിച്ചു കിടക്കാൻ മനുഷ്യൻ പറ്റില്ല. അതുകൊണ്ടാണ് തിരികെ പോകുന്ന ഒരു കാഴ്ചപ്പാടാണ് പലരും കേട്ടിരിക്കുന്നത് ആണല്ലോ. പലരും ഇപ്പോഴാണ് കേൾക്കുന്നത് തന്നെ. അങ്ങനെ ഒരു സംഭവം ഇങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാകാനാണ്. എന്നാൽ ഇവിടെ പൂർണ്ണമാകണമെങ്കിൽ, ഒരു വസ്തു പൂർണ്ണമാകണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിരിക്കണം, ഒരു സാധാരണ വസ്തു ആയിരിക്കണം. എനർജി ഒരു വസ്തുവല്ല, ഒബ്ജക്റ്റ് അല്ല. അളക്കാൻ പറ്റില്ല ഊർജത്തെ, ശിവനെ അളക്കാൻ പറ്റില്ല. ശിവചൈതന്യത്തെ നമുക്ക് പൂർണ്ണമായിട്ടും അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്നതല്ല. അത്രത്തോളം മഹാത്മ്യമുള്ളതാണ് ശിവൻ, മഹാശിവൻ, പരമശിവൻ. ശിവനെ അളക്കാൻ പറ്റുന്നതുകൊണ്ട്
അവിടെ പ്രദക്ഷിണം വെച്ച് ആർക്കും തീർക്കാൻ പറ്റില്ല, പൂർണ്ണനാക്കാൻ പറ്റില്ല. എന്നാൽ മറ്റ് ദേവാലയങ്ങളും സങ്കല്പത്തിലൊക്കെ നമുക്ക് വലം വെക്കാം, പൂർണ്ണമാക്കാം. പരിമിതിയുണ്ട്. പക്ഷെ ശിവന് പരിമിതിയില്ല. കാരണം സർവശക്തനാണ്. ആ സർവശക്തനെ അളക്കാൻ മനുഷ്യന് പറ്റില്ല. മനുഷ്യൻ എന്നുള്ളതല്ല, മറ്റ് പ്രപഞ്ചത്തിലെ ഒരു ജീവജാലങ്ങൾക്കും പരമശിവനെ അളക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. തത്വം പറഞ്ഞു തരാൻ നമ്മുടെ പൂർവികർക്ക് അവർ ശ്രമിച്ചിട്ടുണ്ടാകാം, നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ടാവണമെന്നില്ല, അല്ല അതിന്റെ പുറകെ പോയിട്ടില്ല. അങ്ങനെ ഓരോ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പിന്നിലുമുണ്ട് അതിശക്തമായ ശാസ്ത്രീയത. ഈ ശാസ്ത്രീയതയെ അറിയാതെ നമ്മൾ ആചരിക്കുന്നതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ അപജയം. ഏത് കാര്യത്തെ പറ്റി അറിഞ്ഞ ശേഷം ഉപയോഗിക്കുമ്പോഴല്ലേ ഫലപ്രാപ്തി ഉണ്ടാകുകയുള്ളൂ. ഇനി നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത് എന്താ? അത് ഊർജ പ്രവാഹ കേന്ദ്രങ്ങളാണ്. കൊടിമരമുണ്ട് ഇവിടെ, മനുഷ്യ ശരീരം പോലെ തന്നെയാണ്. ഞാൻ നേരത്തെ മുമ്പ് സൂചിപ്പിച്ചു, നമ്മുടെ 3 ഘടകങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ജീവശരീരം. ഏതൊക്കെയാ? ഖരം, ദ്രാവകം, ഊർജം, ശിവം, അല്ലെ? ഇതിനെ വിഭജിക്കാൻ പറ്റാത്ത ഊർജമാണ്. അതെല്ലായിടത്തും കണക്റ്റഡ് ആണ്. അതിവിടെ തന്നെ നിലനിൽക്കുന്നു. ഭൂമിയിൽ നിന്നെടുത്ത പഞ്ചഭൂതങ്ങളിൽ നിന്നെടുത്ത ശരീരത്തെ ഇവിടെ തന്നെ പഞ്ചഭൂതങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഊർജം എവിടുന്ന് വന്നോ അവിടെ നിലനിൽക്കുന്നു. ഇതാണ് കുറച്ചു നാളത്തേക്ക് ഊർജം നമ്മളിൽ ഇരിക്കുന്നത്. അനുവദിക്കാൻ, ഉപയോഗിക്കാൻ തന്നിരിക്കുന്ന അവസരമാണ് ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. അതിനെ കൃത്യമായി പരിപാലിക്കണം. കാരണം ഒരു ദേവാലയത്തിനുള്ള ദേവൻ എന്ന് പറയുന്ന ആത്മാവും ക്ഷേത്രം എന്ന് പറയുന്ന ശരീരവും കൊടിമരം എന്ന് പറയുന്ന നട്ടല്ലുമാണ്, നമ്മുടെ നട്ടല് പോലെ. അപ്പൊ ഈ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ചെയ്യുമ്പോഴാണ് നമ്മളിൽ ചൈതന്യം വർദ്ധിക്കുകയുള്ളൂ. അപ്പം ഈ 3 ഘടകങ്ങളില് ഏറ്റവും പ്രധാനപ്പെട്ട ഊർജമാണെന്ന് പറഞ്ഞു. ഊർജത്തിന്റെ സ്ഥിരീകരണം നമ്മൾ സംഭവിക്കുന്നത് ഒരമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തു വരുമ്പോൾ തന്നെ ഊർജം ബാധിച്ചാണ് വരുന്നത്. കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഉച്ചം തലയിൽ, ഉച്ചിയിൽ അവിടെ കിടക്കുന്ന കുഞ്ഞിന്റെ തലയിൽ ഇങ്ങനെ ചലിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവിടെ തൊട്ടാൽ മാർദ്ദമാണല്ലേ? അവിടെ ആ ഊർജവുമായിട്ട് കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് പ്രസവാനന്തരം അല്ല ഒരു കുട്ടി ഈ ജന്മം കൊണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ക്ഷണിച്ചില്ലേലും പോയി കാണണം. കാരണം അവിടെ പരമശിവന്റെ, മഹാദേവന്റെ പ്രസൻസ് ഉണ്ട്, നേരിട്ടുള്ള കണക്ഷനാണ്. അങ്ങനെ തലയിൽ കയറിയിരുന്ന ആ ഊർജം പ്രായപൂർത്തിയാകുന്ന മുറയ്ക്ക് താഴേക്ക് വന്ന് വിന്യസിച്ച് ശരീരത്തിന്റെ 7 കേന്ദ്രങ്ങളിലായിട്ട് അവിടെ സ്ഥിതി പ്രാപിക്കും. ഏറ്റവും നട്ടലിനടിയില് വളഞ്ഞിരിക്കുന്ന ആകൃതിയില്, ഒരു സർപ്പത്തിന്റെ പോലെ വളഞ്ഞിരിക്കുന്ന ആകൃതിയില് മൂലാധാര ചക്ര എന്ന് പറയും. മൂലാധാരം ചക്രം എന്ന് വെച്ചാൽ വളഞ്ഞിരിക്കുന്നത്. പണ്ട് ഉപയോഗിക്കുന്ന നാമങ്ങളൊക്കെ എങ്ങനെയാണ്? ചക്രം എന്നാ പറഞ്ഞ വളഞ്ഞിരിക്കുന്നതിന് മനുഷ്യൻ മനസ്സിലാക്കാൻ. അപ്പം മൂലാധാരം, നട്ടലിന് താഴെ ഏറ്റവും ശക്തിയുള്ളതാണ് മൂലാധാരം. അതിനെ പറയുന്നവരാണ് കുണ്ഡലിനി. കുണ്ഡലം എന്ന് വെച്ചാൽ കമ്മൽ, കമ്മല് പോലെ വളഞ്ഞിരിക്കുന്ന കുണ്ഡലിനി ശക്തിയാണ് പരമശിവം. ഏറ്റവും സർവശക്തിയുള്ളത്, ഭൂമിയുമായിട്ട് അടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിൽ നാഭിയുടെ ഭാഗത്തുള്ള ഊർജ വലയത്തെ പറയുന്നവരാണ് സ്വാധിഷ്ഠാന ചക്രം. അതിനും ചില കളർ കൊടുത്തിട്ടുണ്ട്. ഈ ഊർജത്തെ കാണാൻ പറ്റാത്ത കാരണം കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇലക്ട്രിസിറ്റിക്ക് കൊടുത്തിരിക്കുന്ന പോലെ വൈദ്യുതിക്ക് കളർ കൊടുത്തിട്ടില്ലേ? നമ്മൾ സിഗ്നലിലോട്ട് പോകുമ്പം മഞ്ഞ കളറുണ്ട്, പച്ച കളറുണ്ട്, ചുവപ്പ് കളറുണ്ട്. അതെല്ലാം ഓരോ ഊർജത്തെ സൂചിപ്പിക്കുന്നതല്ലേ? അപ്പൊ നമ്മുടെ ശരീരത്തിലുള്ള ഊർജത്തെ സൂചിപ്പിക്കുന്ന കളറിലൂടെയാണ്. ഇതെല്ലാം ഇന്റർനാഷണൽ കളർ കോഡാണ്. അടിച്ചു നോക്കിയാൽ കിട്ടും, ഗൂഗിളിലേക്ക് ചോദിച്ചു നോക്കിയാൽ. ചക്രകളുടെ കളർ, മൂലാധാരം പരമശിവന്റെ ശക്തി റെഡ് കളർ, ചുവപ്പ് കളറ്. അതിന് മുകളില് സ്വാധിഷ്ഠാനം ഓറഞ്ച് കളറ്. പൊക്കിളിന് തൊട്ട് താഴെ മണിപൂരകം മഞ്ഞ കളറ്. അതിന് മുകളില് നെഞ്ചിന്റെ ഭാഗം അനാഹതം പച്ച കളറ്. തൊണ്ടയുടെ വിശുദ്ധി നീലകണ്ഠൻ. ഓക്കെ, അവിടുന്ന് മുകളിലോട്ട് ഉര്യങ്ങൾക്ക് മധ്യത്തിൽ ആജ്ഞാചക്രം, ഏറ്റവും മുകളിൽ സഹസ്രാരം. അങ്ങനെ 7 ആധാര ചക്രങ്ങളിലായി ഊർജം വിന്യസിച്ചിരിക്കുന്നു ഭഗവത് ചൈതന്യം. ഇനി ഈ 7 ആധാര ചക്രങ്ങൾ കൂടാതെ ശരീരത്തിന് ആകമാനം 101 ഊർജ കേന്ദ്രങ്ങളും സബ് സെന്ററുകളും ഉണ്ട്. അങ്ങനെ 101 7 108. ഇതാണ് 108ന്റെ കഥ. നമ്മൾ ശിവക്ഷേത്രത്തിൽ വന്ന് 108 കുടം ധാരയ്ക്ക് കരുതാറില്ലേ? എന്നെന്താ? ഈ ധാര കോരുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ക്ലെൻസ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ധാര നമ്മൾ വഴിപാടൊക്കെ എഴുതുന്നത്. എങ്കിലേ നമ്മുടെ ശിവചൈതന്യം ഉയരുകയുള്ളൂ. അപ്പം 108 7 പ്രധാന ചക്രകൾ. ഇതിൽ ഏറ്റവും ശക്തിയുള്ളതാണ് മൂലാധാര ചക്രം. അവിടെ 3.5 ചുറ്റു വളയത്തിൽ വളഞ്ഞിരിക്കുന്ന ആ
ഒരു സർപ്പത്തിന്റെ പോലെ, നാഗത്തിന്റെ പോലെ ഇരിക്കുന്ന ഊർജ കേന്ദ്രം അവിടെ പതിയിരിക്കുന്നു. അതിനെ മുകളിലേക്ക് ഉയർത്തുമ്പോഴാണ് ഒരു വ്യക്തിയിൽ ചൈതന്യം വർദ്ധിക്കൂ, ഊർജമുണ്ടാകുകയുള്ളൂ, അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്താൻ പറ്റൂ. നമ്മള് ഡോക്ടർമാരുടെയൊക്കെ എംബളം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സ്റ്റിക്കറ് കാറിലൊക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയാ? അത് ഒരു രണ്ട് പാമ്പ് ഇങ്ങനെ എഴുന്നേറ്റ്, ക്രോസ് അല്ല, പാമ്പ് കയറുന്ന കണ്ടിട്ടുണ്ടോ? എന്താ അതിന്റെ കാര്യം? ഈ ഡോക്ടർമാരുടെ കർമ്മം എന്താ? ആരോഗ്യ പരിപാലനമാണ്, അല്ലേ? അപ്പൊ ഒരു വ്യക്തിയിൽ ആരോഗ്യം പരിപാലിക്കണമെങ്കിൽ മൂലാധാരം തൊട്ട് മുകളിലേക്ക് ഊർജത്തെ ഉയർത്തണം. അതാണ് അവരുടെ കർമ്മം, ജോലി. അപ്പം ഈ കുണ്ടലിനിയെ ഉയർത്തുമ്പോൾ മാത്രമേ ഊർജമുണ്ടാവുകയുള്ളൂ. അങ്ങനെ സർപ്പം താഴേന്ന് മുകളിലേക്ക് വന്ന് കണ്ടത്തിൽ ചുറ്റിയിരിക്കുന്നു ശിവഭഗവാന്റെ കഴുത്തിൽ. ആ നാഗം ശാന്തനായി. അങ്ങനെ സാക്ഷാൽ പരമശിവന്റെ കഴുത്തിലേക്ക് മൂലാധാരം മുതല് ഓരോ ആധാര ചക്രകളിലേക്കും ഉയർന്നു വരുന്ന ഊർജം, അത് ആ കണ്ടത്തിൽ ചുറ്റി അനുഗ്രഹം തരുന്നതാണ് ആ സർപ്പസങ്കല്പം. ഇത് വല്ലതും അറിഞ്ഞുകൊണ്ടാണോ നമ്മൾ കാണുന്നത്? ഇതിന്റെയൊക്കെ പിന്നിൽ സയൻസ് ഉണ്ട്. ഇനി മറ്റു മതങ്ങളോ നമ്മുടെ മതത്തിൽ തന്നെ ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ കുട്ടികൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ നമ്മള് മറുപടി പറയും. എന്താണെന്നറിയാമോ? മലയാളത്തിലെ രണ്ടാമത്തെ അക്ഷരം ഏതാ? ആ ആ. ഇവിടെയാണ് ഹിന്ദുവിന് പറ്റിയ അപജയം. നമ്മൾ ഓരോന്നും ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ പിന്നിൽ എന്ത് സയൻസ് എന്നുള്ളത് യുവതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ മഹത്തരമായിട്ടുള്ള മഹാശക്തിയെ പറ്റി അറിയുന്നില്ല. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ പിന്നിലുള്ള ശാസ്ത്രീയത അറിയാത്തതുകൊണ്ട് വിശ്വാസങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. അങ്ങനെ വിശ്വാസങ്ങളിൽ നിന്ന് അകന്നുപോയി അങ്ങനെ അതിലേക്ക് എത്താതിരിക്കാൻ കലിയുഗത്തിൽ സർവ്വപ്രഭാവങ്ങളും ഛിദ്രശക്തികളുടെ താണ്ഡവമാടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം കുറച്ചു പേരെങ്കിലും, ഈ ശ്രദ്ധിക്കാൻ കഴിവുള്ളവരെങ്കിലും അത് തന്നെ നിയോഗിക്കപ്പെട്ടവരാണ്, അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഥാരൂപേണ ഇതൊക്കെ അവതരിപ്പിച്ചത്. കഥയിലൂടെ പറയുമ്പോഴല്ലേ ആൾക്കാർക്ക് ശ്രദ്ധിക്കുകയുള്ളൂ. കഥ ഇപ്പൊ ഞാൻ ഈ പ്രോഗ്രാമിലോട്ട്, സ്റ്റേജിലോട്ട് കയറുന്നതിന് മുമ്പ് കഥാരൂപേണ പല ഭഗവത് കാര്യങ്ങൾ ഇവിടെ ഒരു പാഠകത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ടല്ലേ? കഥകളല്ലേ അത് മുഴുവൻ പറഞ്ഞത്. അപ്പൊ കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ട് രസിച്ചിരിക്കും, പക്ഷെ അതിനകത്തുള്ള തത്വം അറിയില്ല. നമുക്കറിയാമല്ലോ ഭഗവത്ഗീത, ഭജിക്കാൻ പറ്റാത്ത ഗീത, വിഭജിക്കാൻ പറ്റാത്ത തത്വത്തെ പറ്റിയുള്ള ഗീതകമാണ് ഭഗവത്ഗീത, ഭഗവാനെ പറ്റിയുള്ളത്. ഭഗവത്ഗീത എപ്പോഴാ ഉണ്ടായത്? 5500 വർഷങ്ങൾക്ക് മുമ്പ്. എന്താ ഉണ്ടാകുന്ന സന്ദർഭം? എന്താ? ഒരു സംഘർഷ ഭൂമിയിൽ, അല്ലെ? സംഘർഷം ഉണ്ടായപ്പോഴാണല്ലോ ഭഗവത്ഗീത ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഭഗവത്ഗീത ഉണ്ടാകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ സംഘർഷ ഭൂമിയിൽ അവിടെ വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ ചോദ്യോത്തരങ്ങളാണ് നടക്കുന്നത്. അർജുനനും കൃഷ്ണനും തമ്മിലുള്ള സംവാദമാണ് ഭഗവത്ഗീതയുടെ ആധാരം എന്ന് പറയുന്നത്. 18 അധ്യായങ്ങൾ. അതിൽ ഒന്നാമത്തെ അധ്യായം തന്നെ എന്താണ്? അർജുന വിഷാദ യോഗം. അർജുനൻ വിഷണ്ണനായി ഇരിക്കുകയാണ്. വിഷണ്ണനായിട്ടിരിക്കുമ്പോഴല്ലേ ഭഗവാന്റെ ഇടപെടൽ ഉണ്ടാകുകയുള്ളൂ. ഭഗവാൻ എന്ന് പറയുന്നത്, കൃഷ്ണൻ എന്ന് പറയുന്നത് പ്രപഞ്ചശക്തിയാണ്, ശിവചൈതന്യമാണ്. അപ്പം അതിനെ സാധാരണക്കാർക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് കഥാ സന്ദർഭങ്ങളിലൂടെ, ആ സാഹചര്യത്തിലൂടെ എത്തിച്ചു. അർജുനൻ തളർന്നിരിക്കാൻ കാര്യം എന്താ? ഒരു സംഘർഷം വന്നു, പ്രതിസന്ധി വന്നപ്പോൾ തളർന്ന് വിഷമനായി കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. തന്റെ മുന്നിലുള്ള ആ ഗുരുക്കന്മാരെയും ബന്ധുമിത്രാദികളെയും എങ്ങനെ വധിക്കും? ആ അസന്നിഗ്ധ മുഹൂർത്തമല്ലേ ഇപ്പോൾ നമ്മളുടെയൊക്കെ ചുറ്റിനും ഓരോ കുടുംബങ്ങളിലും ഉള്ളത്. ഓരോ കുടുംബങ്ങളിലും തകർന്നിരിക്കുന്ന അവസ്ഥ. ഈ സമയത്താണ് ഭഗവാന്റെ ഇടപെടൽ ഉണ്ടായത്. അപ്പം ആദ്യം ഭഗവാൻ എന്താ പറഞ്ഞത്? അർജുനനെ ഒന്ന് ഉത്തേജിപ്പിച്ചു. നീ ആരാണ് എന്ന് ആദ്യം ഒന്ന് പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നല്ലൊരു എൻകറേജ്മെന്റ് കൊടുത്തു. ഹേ അർജുന, നീ എത്ര കഴിവുള്ളവനാണ്, ധീര യോദ്ധാവാണ്, ഇങ്ങനെ സ്ത്രീകളെ പോലെ കരയാതെ എന്നൊക്കെ പറഞ്ഞ് അർജുനന്റെ കഴിവുകളെ പറ്റി പറഞ്ഞപ്പോൾ അർജുനൻ അപ്പോഴാണെന്ന് കണ്ണു തുറന്ന് ബുദ്ധി തുറന്നു. ഉടൻ തന്നെ ചോദ്യം വന്നു. അങ്ങനെ മയങ്ങി കിടക്കുമ്പോൾ ചോദ്യം വരില്ല. ഭഗവാനോട് ചോദിച്ചു, ഇത് അധർമ്മമല്ലേ? ഉടനെ ഭഗവാൻ പറഞ്ഞതാണ്, നീ ചെയ്യുന്ന അധർമ്മമല്ല, ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല. ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല, മുറിക്കാൻ പറ്റില്ല. ഉടനെ അടുത്ത ചോദ്യം വന്നു, അപ്പൊ എന്താണ് ആത്മാവ്? ഇപ്പൊ 2-ാം അധ്യായമാണ് ആത്മാവിനെ പറ്റി പരിചയപ്പെടുന്നത്. ആദ്യത്തെ അധ്യായം അർജുന വിഷാദ യോഗം. അർജുന വിഷാദ യോഗം, വിഷാദ രോഗമല്ല. ഇപ്പോഴാണ് വിഷാദ രോഗമായതല്ലേ? ഓരോ മനുഷ്യ മനസ്സുകളിലും വിഷാദ രോഗമല്ലേ? ഈ വിഷാദത്തെ പണ്ട് യോഗമായിരുന്നു.
ഒരു വിഷാദം വന്നില്ലായിരുന്നെങ്കിൽ പലതും നമ്മൾക്ക് കണ്ണു തുറക്കില്ല. നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ എത്രത്തോളം ശക്തമായ രീതിയിൽ നിങ്ങൾക്ക് വിഷാദം ഉണ്ടാകാവുന്ന ഒരവസ്ഥ ഉണ്ടായാലും അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. നിങ്ങളെ അടുത്ത പടിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള പരീക്ഷയാണത്. നീ തളരരുത്. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഈ ജന്മം തന്നിട്ടുണ്ടെങ്കിൽ എന്തിനും തരണം ചെയ്യാനുള്ള ശക്തിയും നിനക്ക് ചുറ്റുമുണ്ട്. നീ കണ്ണം തുറക്കൂ, എന്നിലേക്ക് തുറങ്ങൂ, എന്നെ മനസ്സിലാക്കൂ, അതെല്ലാം നിനക്ക് നേടാം. നിനക്ക് ടെൻഷൻ ഉണ്ടോ, ഡിപ്രഷൻ ഉണ്ടോ, ഉറക്കക്കുറവുണ്ടോ, ആരോഗ്യ പ്രശ്നമുണ്ടോ, സമ്പത്തില്ലയോ, ഒറ്റപ്പെടലാണോ, ഇതിനെല്ലാം പരിഹാരവും ഇവിടെ ഉണ്ട്. നീ എന്നിലേക്കൊന്ന് ശ്രദ്ധിക്ക്, എന്റെ അവതാര രഹസ്യം നീ ഒന്ന് മനസ്സിലാക്ക്. ഇതാണ് ഭഗവാൻ കഥകളിലൂടെയൊക്കെ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ അർജുനന് ഈ പറയുന്ന ആത്മാവിനെ പറ്റിയുള്ള കൃത്യമായ രീതിയിലുള്ള വ്യക്തത കൊടുത്തപ്പോൾ ബാക്കി 16 അധ്യായങ്ങൾക്കുമുള്ള പരിഹാരമായി. എല്ലാത്തിനും എല്ലാം പറയേണ്ട ആവശ്യമില്ല. ആത്മാവിനെ പറ്റി മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും എന്തെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആത്മപരിചയമാണ് കൃഷ്ണൻ അർജുനന് അന്ന് കൊടുത്തത്. ചുരുക്കം പറഞ്ഞാൽ ആദ്യത്തെ കൗൺസിലർ കൃഷ്ണനാണ്. ഈ മഹാചൈതന്യത്തെ പരിചയപ്പെടുത്തി കൊടുത്തത് കൃഷ്ണൻ അർജുനനോട് പറയുന്ന ആ കഥാരൂപേണ നമ്മുടെ ഋഷീശ്വരന്മാർ, യോഗീശ്വരന്മാര് ഇവിടെ അവതരിപ്പിച്ചു. പക്ഷെ എന്നിട്ടോ അതിനകത്ത് കഥകൾ മാത്രം നമ്മൾ പാടിപ്പോയിട്ട് നടക്കുന്നുണ്ട്. അതിനകത്തുള്ള സയൻസിലേക്ക് എത്തിയിട്ടില്ല. അവ്യക്താനി ഭൂതാനി വ്യക്തമിഥ്യാനി ഭാരത അവ്യക്ത നിധനാന്യവ തത്രകാപരി ദേവന. പണ്ട് നീ അവ്യക്തതയിലായിരുന്നു, വ്യക്തമായിട്ട് മധ്യകാലഘട്ടത്തിൽ നിനക്ക് എന്നെ കാണാം, ഞാൻ തന്നെയാണ് നിന്റെ ഉള്ളിലുള്ളത്. വീണ്ടും അവ്യക്തതയിലേക്ക് മറയുന്നതാണ് നീ. നീ എന്നിലേക്കാണ് വരുന്നത്. നിന്റെ ആത്മാവ് ഈ പരമാത്മാവിലേക്ക് അവസാനം എത്തപ്പെടുന്നു. അതുകൊണ്ട് നിനക്ക് അനുവദനീയമായിരിക്കുന്ന കുറച്ച് സമയമുണ്ടല്ലോ ഈ മനുഷ്യജന്മം, അവിടെ നീ എന്നെ അറിഞ്ഞാൽ എന്തിനെ നമുക്ക് നേടാം. അതുകൊണ്ടാണ് നമുക്കിട്ടിരിക്കുന്ന പേരുണ്ട് ജീവജാലങ്ങളിൽ. എന്താണെന്നറിയാമോ? മനുഷ്യൻ. മനുഷ്യൻ എന്നല്ലേ നമ്മളെ വിളിക്കാറുള്ളത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ടല്ലേ, ഞാനൊരു മനുഷ്യനാണോ പറയാറില്ലേ? എന്താ ഈ മനുഷ്യന്റെ അർത്ഥം? മനസ്സ്, ഈശ, കാണാൻ കഴിവുള്ളവൻ. ഉൾക്കണ്ണുകൊണ്ട് ഈ പ്രപഞ്ച രഹസ്യത്തെ, നിന്റെ ഉള്ളിലുള്ള മനസ്സിനെ ബുദ്ധി കൊണ്ട് കാണാൻ കഴിവുള്ളവനാണ് മനുഷ്യൻ. മറ്റു ജീവികളെ വിളിക്കുന്ന മൃഗങ്ങൾ എന്നാണ്. മൃഗ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തെരയുക എന്നാണ്. സെർച്ച്, മൃഗ. മറ്റു ജീവജാലങ്ങൾക്ക് അതുങ്ങളുടെ ജീവസന്ധാരണത്തിന് എന്തും പുറത്തേക്ക് തിരയണം. അതുകൊണ്ടാണ് മൃഗങ്ങൾ എന്ന് വിളിക്കുന്നത്. പക്ഷെ മനുഷ്യന് മാത്രം നിന്റെ ജീവിത കാലഘട്ടത്തിലെ എന്ത് കാര്യവും നേടാൻ നീ പുറത്തേക്കല്ല തിരയേണ്ടത്. നീ നിന്നിലേക്ക് നോക്കൂ, എന്നെ നോക്കൂ. നിന്റെ ഉള്ളിൽ ഞാൻ ഇരിപ്പുണ്ട്. ആ മഹാപരമശിവം നിന്റെ ഉള്ളിൽ ഞാൻ കൊടികൊള്ളുന്നു. നീ എന്നിലേക്ക് എന്തുകൊണ്ട് നോക്കുന്നില്ല? നമ്മൾ പുറത്ത് തിരയുന്നല്ല, അകത്തുണ്ട്. സത്യത്തിൽ അപ്പം രൂപത്തിൽ നമ്മൾ ആരാ? മനുഷ്യര്. കർമ്മത്തിലോ പുറത്തോട്ട് തിരയുകയല്ലേ ഓരോ കാര്യത്തിനും, ആണോ അല്ലയോ? അപ്പൊ തന്നെ നമ്മുടെ പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടും പുറത്തോട്ടല്ലേ ഓടുന്നേ പരിഹാരം തേടി. അപ്പൊ അങ്ങനെ പുറത്തോട്ട് തേടുന്നവർ എന്ത് വിളിക്കണം? എന്ത് വിളിക്കണം? മൃഗങ്ങൾ. പറഞ്ഞു വരുമ്പോ മനുഷ്യരൂപം. ജന്മം കൊണ്ട് മനുഷ്യൻ, പക്ഷെ കർമ്മം കൊണ്ട് മൃഗതുല്യരായിട്ട് ജീവിക്കുന്നു. മനുഷ്യ മൃഗങ്ങളായി. അതിന്റെ കാരണം ഭഗവാൻ അല്ല. ഭഗവാൻ ഇവിടെ വിവേചനമില്ല ആരോടും. നമുക്ക് ബുദ്ധി തന്നാണ് ഇങ്ങോട്ട് വിട്ടത്. ആ ബുദ്ധി തന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ വേണ്ട വിധം കാണാതെ പോയി. അതിനുള്ള അവസരം ഒരുങ്ങിയില്ല. എന്തുകൊണ്ട് കാണാതെ പോയി? കാണാതെ ഇങ്ങനെ ദുരിതങ്ങളും പ്രശ്നങ്ങളും വേദനകളും അനുഭവിക്കാൻ കാരണം ഒന്ന്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതും, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ബുദ്ധി കൊണ്ട് ചെയ്യാത്തതും, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന സർവ്വ ദുരിതങ്ങൾക്ക് കാരണം. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തതും, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് ഇന്ന് മാനവരാശി അനുഭവിക്കുന്ന സർവ്വ ദുരിതങ്ങൾക്ക് കാരണം. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം? അവിടെ നമ്മുടെ ബുദ്ധി, തലച്ചോറിനെ പറ്റി അറിയണം. തലച്ചോറ് തന്നാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനത്തെ പറ്റി അറിയണം. എന്ത് ചിന്തയും അത് നിരന്തരം ആവർത്തിക്കപ്പെട്ടാൽ നമ്മുടെ തലച്ചോറിലെ ന്യൂറൽ പാത്വേ പോലെ സെറ്റ് ആവും. അത് നമ്മുടെ സ്വഭാവമായി മാറുന്നു. എന്ത് സ്വഭാവം നിങ്ങളുടെ ഉള്ളിലുണ്ടോ അതിന് സമാനമായ അനുഭവങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്നു. നമ്മൾ പലപ്പോഴും വീട്ടിലൊക്കെ കൊണ്ട് എഴുതി വെക്കാറുണ്ട് പടിയിലല്ലേ, കൊടുങ്ങല്ലൂർ അമ്മ ഈ വീടിന്റെ ഐശ്വര്യം, അല്ലെങ്കിൽ ശിവ ചൈതന്യം, അല്ലെങ്കിൽ ഇന്ന ദേവൻ ഈ വീടിന്റെ ചൈതന്യം, എട്ടുകാട്ടമ്മ ഈ വീടിന്റെ ചൈതന്യം, ഗുരുവായൂരപ്പൻ ഈ വീടിന്റെ ചൈതന്യം എന്നൊക്കെ എഴുതി വെക്കാറില്ലേ? എന്നിട്ട് അതൊക്കെ നോക്കി നടക്കും.
എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് പോകുമ്പോൾ വീടിന്റെ അവിടെ ഒരു ബോർഡ് വെക്കുക, എഴുതി വെക്കുക, ഈ വീടിന്റെ ചൈതന്യം എന്റെ കയ്യിരിപ്പ് പോലെ. നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ എന്താണോ, അത് ഏത് വിധത്തിലാണോ നിങ്ങളെ പരിപാലിക്കുന്ന, അതാണ് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും ചൈതന്യം. ഭഗവാൻ ചുറ്റുമുണ്ട്. നീ ഏത് രൂപത്തിൽ നിന്റെ ഉള്ളിലേക്ക് കൊടുക്കുന്നോ, സമാനമായ അനുഭവങ്ങൾ നിന്നിലേക്ക് ഞാൻ എത്തിക്കും. അതാണ് ശിവചൈതന്യം. സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. ഇവിടെ കുറച്ച് പഞ്ചസാര ഇടാം ഈ സ്റ്റേജിൽ, കുറച്ച് ഒരു പിടി. കുറച്ച് കഴിയുമ്പോ ഇവിടെ എന്ത് വരും? ഉറുമ്പ് വരുമല്ലോ. ഉറുമ്പിന് എങ്ങനെ മനസ്സിലായി ഇവിടെ പഞ്ചസാര ഉണ്ടെന്ന്? ഇനി സാമാന്യ യുക്തിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ വലിയൊരു സ്റ്റേജാണ്, 10 നിലയ്ക്ക് മുകളിലാണ്. അതിന്റെ നടുവിൽ കുറച്ചിട്ട് നോക്കൂ, താഴേന്ന് വരും അരമണിക്കൂറിനുള്ളിൽ അവിടെ ഉറുമ്പ്. കാരണം ഈ പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്. ഒരു സ്ഥലത്ത് എന്താണോ കുമിഞ്ഞുകൂടുന്ന അടിഞ്ഞുകൂടുന്നത്, സമാനമായവയെ ആകർഷിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവിന് ഈ കഴിവുണ്ട്, ഈ ദൈവചൈതന്യത്തിന് ഈ കഴിവുണ്ട്. പക്ഷെ ദൈവത്തിന് ശക്തിയുണ്ട്, അതിനെ ഉപയോഗിക്കാൻ ബുദ്ധിയും തന്നാ വിട്ടിരിക്കുന്നത്. നീ എന്താണോ നിന്റെ ഉള്ളിലേക്ക് നിറയ്ക്കുന്നത്, സമാനമായ അനുഭവം നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്നു. ഇനി നമ്മുടെ വീടിന്റെ സൈഡില് ഒരു വേസ്റ്റ് കുഴിയുണ്ട്. ചപ്പിയവറുകളെല്ലാം ഇട്ട് പച്ചക്കറി വേസ്റ്റും ഫുഡ് വേസ്റ്റും എല്ലാം കൂടെ അഴുക്കായി കിടക്കുകയാണ്, അഴിഞ്ഞ് കിടക്കുകയാണ്. അവിടേക്ക് എന്തായിരിക്കും വരിക? ആകർഷിക്കുന്നത് ഈച്ചകളും കൊതുകുകളും പുഴുക്കളും പ്രാണികളും കീടങ്ങളും. അതിനും ആരെങ്കിലും ക്ഷണക്കത്ത് കൊടുത്തോ? അപ്പൊ ഒരു സ്ഥലത്ത് എന്താണോ കുമിഞ്ഞുകൂടിയ സമാനമായതല്ലേ വരുള്ളൂ. നിങ്ങളുടെ ആത്മാവിലേക്ക് എന്താണോ നിങ്ങൾ അടിച്ചുകൂട്ടുന്നത്, മറച്ചു വെക്കുന്നത്, മാലിന്യ ചിന്തയാണെങ്കിൽ മാലിന്യം അനുസരിച്ചുള്ള അനുഭവങ്ങളായിരിക്കും വരിക. അത് ചിന്തയിലൂടെയല്ലേ കടത്തിവിടുന്നത് നമ്മൾ. ഈ ചിന്തകളെ അങ്ങനെ മൈന്യൂട്ട് ചെയ്യാനായിട്ട്, ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ദേവാലയങ്ങളിൽ വരുന്നത്. നമ്മുടെ തന്നെ ചിന്തകളെ, അഴുക്ക് ചിന്തകളെ കുറച്ചു കൊണ്ടുവരാനും സച്ചിന്തകളെ നിറയ്ക്കുവാനുമാണ് സത്സംഗങ്ങൾ, സച്ചിന്തകൾ, സത്പ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ തന്നെ ആത്മാവിലേക്ക് മാലിന്യത്തെ കുറച്ച് ആ ശക്തി കൂട്ടുമ്പോൾ സമാനമായ അനുഭവങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് ചേർത്ത് തരുന്നതിന് വേണ്ടിയിട്ടാണ്. ദൈവം സദാ സന്നദ്ധനാണ്. പക്ഷെ നീ നിന്റെ ഉള്ളിലുള്ള അഴുക്കിനെ കളഞ്ഞുകൊണ്ട് എന്റെ ശക്തിയെ, സച്ചിന്തകൾ നിറയ്ക്കൂ, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചേർത്ത് തരുന്നു. നമ്മുടെ വീടിന്റെ സൈഡില് ഒരു പൂന്തോട്ടം ഇപ്പൊ ഇല്ല, ഗാർഡൻ ഇല്ല. ഒരു ചിന്തയിൽ നല്ല പ്രവൃത്തി വരുന്നത്, പ്രവൃത്തിയും നല്ല റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ നിങ്ങള് മനസ്സുകൊണ്ട് ചിന്തിച്ചു, അവിടെ കുറച്ച് ചെടികളെല്ലാം കൊണ്ടുവച്ചു, അല്ല കുറച്ച് വിത്തുകളൊക്കെ പാകി, 2-3 മാസം കഴിയുമ്പോൾ നിറച്ച് പൂക്കളുള്ള പൂന്തോട്ടമായി മാറി. അവിടേക്ക് എന്തൊക്കെയായിരിക്കും ആകർഷിക്കുന്നത്? എന്തൊക്കെ ആകർഷിക്കും? പൂമ്പാറ്റകളും തേൻവണ്ടുകളും തേൻകുരുവികളും എല്ലാം വരില്ലേ? അതിനും ആരും ക്ഷണക്കത്ത് കൊടുത്തില്ലല്ലോ. നമുക്ക് അനുവദനീയമായിരിക്കുന്ന നിങ്ങളുടെ ആത്മാവിലേക്ക് അവിടെ കുപ്പത്തൊട്ടിയാക്കണോ പൂന്തോട്ടമാക്കണോ എന്ന് തീരുമാനിക്കാനുള്ള ബുദ്ധി മനുഷ്യന് തന്നാണ് ദൈവം ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. ഇപ്പം മാലിന്യ കൂമ്പാരത്തെ കഴുകിക്കളയാനാണ് നമ്മൾ ചെയ്യുന്ന ആചാരാനുഷ്ഠാനങ്ങൾ. നമ്മൾ മറ്റൊരു പഴഞ്ചൊല്ലും കേട്ടിട്ടുണ്ടാവും, മുഖം മനസ്സിന്റെ കണ്ണാടി. എപ്പോഴും പറയുന്നല്ലേ, മനസ്സിൽ തോന്നുന്ന മുഖത്തേക്ക് വരില്ലേ, മനസ്സിൽ തോന്നുന്ന ശരീരത്തിലേക്ക് വരില്ലേ. അപ്പം മനസ്സിൽ എന്തു തോന്നിയാലും ശരീരത്തിൽ വരുമെങ്കിൽ മുഖത്തും ശരീരത്തിലും മാറ്റം വന്നാൽ അകത്തും മാറ്റം ഉണ്ടാവും. ദേഹത്ത് എന്ത് മാറ്റം വരുത്തിയാലും ദേഹിയിലേക്ക് എത്തുന്നു, ദേഹിയിൽ മാറ്റം വന്നാൽ ദേഹത്തും ഉണ്ടാവും. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെന്ന് വിചാരിക്കുന്നു, ഉണ്ടോ ഇല്ലയോ? അപ്പൊ നമ്മുടെ അകത്ത് മാറ്റം ഉണ്ടാകാനല്ലേ പുറത്ത് പലതും ചെയ്യുന്നത്. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന നിങ്ങൾ ഓരോരുത്തരും മുഖം എങ്ങനെയാ ഇരിക്കുന്നത്? കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോഴും കരഞ്ഞുകൊണ്ടാണ്. ഈ ഭാവം എങ്ങോട്ടാ പിടിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ദേഹിയിലേക്ക്, ആത്മാവിലേക്ക്. നിങ്ങൾക്ക് എന്നും കരയാനേ ഉണ്ടാവുള്ളൂ സമയം. ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. പ്രാർത്ഥനയുടെ രഹസ്യം അറിയാത്തതാണ് നമുക്ക് പറ്റുന്ന അപജയം, ഭക്തർക്ക് പറ്റുന്ന അപജയം. ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ചില്ലേ? എവിടെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഇന്നും പ്രാർത്ഥിച്ചില്ലേ? വഴിപാട് നേരുന്നു. ചിലർ ഹോമങ്ങളും ഇതൊക്കെ ലക്ഷങ്ങൾ മുടക്കി ചെയ്യുന്നു. എന്താ ഫലം കിട്ടാതെ? പ്രാർത്ഥനയുടെ രഹസ്യം അറിയണം. നമ്മള് ദൈവത്തോട് അടുക്കുമ്പോൾ, ദൈവത്തോട് സംവദിക്കുമ്പോൾ ദൈവത്തിനൊരു ഭാഷയുണ്ട്. ആ ഭാഷയിൽ സംസാരിച്ചാലേ ദൈവത്തിന് മനസ്സിലാവുള്ളൂ. നമ്മൾ ഹിന്ദിയിൽ മാത്രം അറിയുന്ന ഒരാളോട് സംസാരിക്കണം, ഹിന്ദി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അല്ല, മനസ്സിലാവുമോ? ഇത്ര നാൾ നമ്മൾ പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ ഭാഷ എന്താണെന്ന് അറിയാമോ? അങ്ങനത്തെ ഭാഷയുണ്ടോ? അല്ലെ, എല്ലാം അറിയുന്നവനല്ലേ ദൈവം. ഏത് ഭാഷയിൽ അറിഞ്ഞാലും
അറിഞ്ഞോളൂ എന്ന് നമ്മുടെ വിചാരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ നോക്കി കണ്ടെങ്കിൽ ചെയ്തോളൂ. പുള്ളിക്കാരനാ പണിയൊന്നുമില്ല, എല്ലാം കാണുന്നുണ്ട്, എല്ലാം കണ്ടറിഞ്ഞ് എന്നെ നിങ്ങൾ സുഖമായിട്ട് കിടന്ന് ചുരുണ്ടുകൂടി കിടന്ന് മടിയോട് ഉറങ്ങിയിട്ട് തട്ടി ഉണർന്ന് തിന്നാ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞ് തരുന്ന ആളാണ് ദൈവം. നമ്മുടെ കട്ടതകളും ദുരിതങ്ങളും അറിഞ്ഞുകൊണ്ട് നീ ചെയ്യാനുള്ളത് ചെയ്യണം. ദൈവത്തിന്റെ ഒരു ഭാഷയുണ്ട്, ആ ഭാഷ എറിഞ്ഞ് അങ്ങോട്ട് കൊടുത്താലേ തിരികെ കണ്ണ് തുറന്നെങ്കിലും നോക്കൂ. എന്തുകൊണ്ടാ പരമശിവനായിട്ടുള്ള മഹാദേവൻ ഇങ്ങനെ ഇരിക്കുന്ന ധ്യാനമഗ്നായിട്ടിരിക്കുന്ന? എന്തുകൊണ്ടാ? അദ്ദേഹത്തിന് പണി ചെയ്യാം, ധ്യാനിച്ചിരിക്കുക. ഇതൊന്ന് കണ്ണു തുറന്ന് കണ്ട് കാര്യമില്ല, ഇവൻ കുറെ പഠിക്കട്ടെ. ആ കണ്ണ് തുറക്കണമെങ്കിൽ ആ ഭാഷയിൽ അങ്ങോട്ട് സംസാരിക്കണം. ആ ഭാഷ അറിയണമെന്നുണ്ടോ? ഇത്രയും നാൾ നമ്മൾ പ്രാർത്ഥിച്ച എല്ലാം വെള്ളത്തിലായി, കുടം കമത്തിച്ച് വെള്ളം ഒഴിച്ചാണ് കഴിഞ്ഞു. ഈ പ്രാർത്ഥനയുടെയൊക്കെ രഹസ്യം അറിയണമെങ്കിലും ഒരു യോഗം ഉണ്ടാകണം. യോഗികൾക്ക് അത് പറ്റൂ, കിട്ടുള്ളൂ. ഇവിടെ ഇരിക്കുന്നവരെല്ലാം സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞു, വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കിട്ടിയ സമയത്തുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഭാവിയിലേക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഈ സുദിനത്തില് അല്ലെങ്കിൽ ഈ വർഷം പല തീരുമാനങ്ങളും നമ്മൾ എടുക്കാറുണ്ട്. അത്തരത്തിൽ ചില ട്രിക്കുകൾ ഞാൻ പറഞ്ഞുതരാം, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ളത്. ഇന്നത്തെ നമ്മുടെ വിഷയം അത് തന്നെയാണല്ലേ? വിഷയം മറന്നുപോയോ? എന്തായിരുന്നു? ഭക്തിയും യുക്തിയും. ആ യുക്തിയിലൂടെ മുക്തി കിട്ടും, അതിലൂടെ മോക്ഷം കിട്ടും. മോക്ഷമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നെങ്കിൽ ആ ഭക്തി നമ്മൾ ചെയ്യാൻ കണ്ട് യുക്തി അറിയണം. അത് ഒന്നാമത് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? പ്രകർഷേണ ധ്യാനിക്കുന്നതാണ് പ്രാർത്ഥന. പ്രകർഷേണ ധ്യാനിക്കുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭാഷ വേണം. അതായത് നമ്മള് വികാരങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഇമോഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ചിത്രങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? ചിത്രങ്ങളുമായിട്ട് പെട്ടെന്ന് നമ്മുടെ ആത്മാവിന് പ്രതികരിക്കാൻ പറ്റും, കണക്ട് ആവും. അതുകൊണ്ടാണ് രൂപങ്ങളും അലങ്കാരങ്ങളും ഒക്കെ നമ്മൾ വെക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക്. ഒരുക്കുകൾ കണ്ടിട്ടില്ലേ? ചിത്രങ്ങളാണ്. ഇമേജ് പിന്നെ ഇമോഷൻ. ഈ രണ്ടും രീതിയിൽ നമ്മൾ അങ്ങോട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഭഗവാൻ മനസ്സിലാവൂ. ഇമോഷനെ വികാരം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, വളരെ സൂക്ഷ്മമായി ശ്രദ്ധിക്കാനുള്ളത്, വികാരങ്ങളിൽ 2 വികാരം വരുമ്പോഴേ നമ്മുടെ കണ്ണ് നിറയുകയുള്ളൂ. ക്ഷേത്രങ്ങളിൽ ഭക്തർ വരുമ്പോൾ പലപ്പോഴും കണ്ണ് നിറഞ്ഞിട്ടാണല്ലോ പ്രാർത്ഥിക്കാറുള്ളത്, അല്ലെ? നമ്മൾ ഹൃദയത്തിൽ നിന്ന് തങ്ങൽ വരുമ്പോഴത്തേക്ക് 2 വികാരങ്ങൾ വരുമ്പോഴേ നമുക്ക് കണ്ണ് നിറയാം. ഏതൊക്കെ വികാരം വരുമ്പോഴാ? സന്തോഷം വരുമ്പോഴും സങ്കടം വരുമ്പോഴും. പക്ഷെ ഈ സർവശക്തന് നിങ്ങൾ എന്ത് ഭാവിക്കുന്നു ആ ഭാവമേ അറിയുള്ളൂ, അതിന്റെ പിന്നിലുള്ള കാരണത്തെ പറ്റി അറിയില്ല. ഇപ്പൊ ഒരാൾ വന്ന് പ്രാർത്ഥിക്കുക, ദൈവമേ ഞാൻ എത്ര നാളായി ദുരിതവും കഷ്ടപ്പാടും പ്രയാസങ്ങളും അനുഭവിക്കുന്നു, മക്കളുണ്ടായിരുന്നു, അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല, അവര് പുറത്താണ്, ഞാൻ ഒറ്റയ്ക്കായി, എനിക്ക് ആരുമില്ല, കഷ്ടപ്പെട്ട് ഇപ്പോഴും ഞാൻ ജീവിക്കുന്നു. ദുരിതങ്ങളും പ്രാരാബ്ദങ്ങളും പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾ കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഉള്ള ദുരിതം കൂടി കൂടിയേ വരുള്ളൂ. 2 ഇമോഷൻ വരുമ്പോഴേ കണ്ണ് നിറയൂ. ഒന്ന് സന്തോഷം വരുമ്പോഴും, മറ്റൊന്ന് സങ്കടം വരുമ്പോഴും. അപ്പൊ ഇത്ര നാൾ പ്രാർത്ഥിച്ച മുഴുവൻ എങ്ങനെയായിരുന്നു? നമ്മുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുണ്ടല്ലേ? സത്യം. ഇവിടെ എന്ത് വേണം? പ്രപഞ്ചം ഇടപെട്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഒരു ആൾ പ്രാർത്ഥിക്കാന്ന് വെച്ചു, സാധാരണ മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഒരു സാധാരണ കർഷക സ്ത്രീയാണ്, കുറെ ആടിനെയും പശുവിനെയും കോഴിയൊക്കെ വളർത്തി ജീവിക്കുകയാണ്. അവര് തന്നെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്ന പരമഭക്തയാണ് കേട്ടോ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, അമ്പലത്തിന്റെ വഴിപാട് എഴുതും. ഭഗവാനെ, ഞാൻ എത്ര പാപിയാണ്, ജനിച്ചപ്പോ തൊട്ട് ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രമേ ഉള്ളൂ. 4 പശു ഉണ്ടായിരുന്നതാണ്, ഒരു പശു കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് ചത്തുപോയി. അങ്ങനെ കഷ്ടപ്പെട്ടും ദുരിതം. ഭർത്താവുണ്ട്, ജോലിക്കൊന്നും പോകുന്നില്ല, ഒരു മോനുണ്ട്, പഠനം തീർന്നിട്ടില്ല, ഞാൻ മാത്രം ഈ ദുരിതം അനുഭവിച്ചിങ്ങനെ കഴിയുന്നു. പക്ഷെ ഇതുവരെയായിട്ടും എനിക്കൊരു കര കയറുന്നില്ല, എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉള്ള പശു കൂടെ ചത്തു. അതിന് പകരം എങ്ങനെ പ്രാർത്ഥിക്കണമായിരുന്നു? ഭഗവാനെ, ഞാൻ എത്ര ഭാഗ്യവതിയാണ്, ഈ ലോകത്തേക്ക് വരാൻ അവസരം ലഭിച്ചതിന് നന്ദി. നമുക്ക് ഇതുവരെ ജീവിക്കാൻ അവസരം കിട്ടിയതിന് നന്ദി. ഇവിടം വരെ എഴുന്നേറ്റ് നടന്നു വരാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ട് ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഉണ്ടോ? അങ്ങനെ കഷ്ടപ്പെടുന്ന എത്രയോ ആൾക്കാരുണ്ട്. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിട്ട് മുമ്പേ ഞാൻ ആത്മീയ പ്രഭാഷകൻ മാത്രമല്ല, ഒരു സയന്റിസ്റ്റ് ആണ്, സൈക്കോളജിസ്റ്റ് ആണ്, കൗൺസിലറാണ്. ഓരോ ദിവസവും നീറുന്ന പ്രശ്നങ്ങളുമായിട്ട് ഒരുപാട് ആൾക്കാർ എന്റെ സെന്ററിലേക്ക് വരാറുണ്ട്.
അത് കുട്ടികളെ കൊണ്ട് മുതിർന്നവരും കുടുംബത്തോടൊക്കെ വരാറുണ്ട്. അപ്പൊ അവരിലേക്ക് പലരുടെയും പ്രശ്നം എന്താ? ഈ പറയുന്ന ഒരുപാടുണ്ട്. പക്ഷെ ആത്മസുഖമില്ല, മനോസുഖമില്ല, അതിന് പരിഹാരം തേടി വരുന്നവരാണ്. ഞാൻ എപ്പോഴും പറയുക, നിങ്ങൾ 3 സ്ഥലങ്ങളൊന്ന് സന്ദർശിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു ഗുരുവിനോട് ഇതേപോലെ ഒരു ശിഷ്യൻ ചോദിച്ചു, ഏറ്റവും പരമമായ സുഖം അല്ലെങ്കിൽ ഈ ജന്മത്ത് എന്താണ് വേണം ചോദിച്ചു. പറഞ്ഞു, നിനക്ക് 3 ദിവസങ്ങൾ തരും. ആ 3 ദിവസവും പൂർണ്ണമായിട്ട് അതാത് സ്ഥലങ്ങളിൽ ഒന്ന് ചെലവഴിച്ചിട്ട് വേണം വരാൻ. ആ ആയിക്കോട്ടെ ഗുരു, 1-ാമത്തെ ദിവസം നീ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പോകുന്നു പറഞ്ഞു. ആശുപത്രിയിലേക്ക് ആ ദിവസം മുഴുവൻ അയാള് ആശുപത്രിയുടെ വാർഡുകളിലും അവിടെ എല്ലാം സഞ്ചരിച്ച് തിരികെ വന്നപ്പോഴാണ് അറിഞ്ഞത്, എനിക്ക് നടക്കാൻ പറ്റുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ കുഴപ്പമില്ല, വെള്ളം കുടിക്കാൻ കുഴപ്പമില്ല, വിശപ്പുണ്ട്, ദാഹമുണ്ട്. ഇതുപോലെയുള്ള ഹാർട്ടും കിഡ്നിയും ലിവറും ഇല്ലാത്തവര്, അവര് ധനികരാണ്, പക്ഷെ യോജിച്ച ഒരു കിഡ്നി ഇല്ല, ലിവർ ഇല്ല. അവരെത്ര പൈസ വേണം കൊടുക്കാൻ തയ്യാറാണ്. ഒരു ദിവസം ഒരു തരണം ചെയ്യാനുള്ള ഒരു കേഴുകയാണ്. അതിപ്പോ അംബാനി ആയാലും സാധാരണക്കാരായെന്ന് പറഞ്ഞാലും ഒരു ദിവസം പോലും പൈസ കൊണ്ടൊന്നും നേടാൻ പറ്റില്ല. അത് ഏറ്റവും വലിയ നമ്മുടെ ആരോഗ്യം തന്നെയല്ലേ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇന്ന് നടന്നു വന്നവരല്ലേ ഇങ്ങോട്ട്. ഇത്രയും വലിയ സമ്പത്ത് എന്താണ് വേണം? ഇത് ലഭിച്ച ദൈവത്തോട് നന്ദിയല്ലേ ആദ്യം കൂടെ കേട്ടോ. ഒന്ന് ആശുപത്രികൾ, രണ്ടാമത്തത് നീ പോണം ഈ പറയുന്ന ശ്മശാനത്തിലേക്ക്, രണ്ടാമതൊരു വരവ് ഈ ലോകത്തേക്ക് ഇല്ല എന്ന് അപ്പൊ തിരിച്ചറിയും. ഒരിക്കൽ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. മൂന്നാമത് ഈ ജയിലുകളിലേക്ക് പോകണം. ജയിലുകളിലേക്ക് ഒന്ന് പോയി സഞ്ചരിക്കും. ഒരു ദിവസം പോകുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ വില അറിയുള്ളൂ. എത്രയോ ആൾക്കാര് അതിനകത്ത് അങ്ങ് കിടക്കുകയാണ്, വേറെ മാർഗമൊന്നുമില്ല. ഒരുപക്ഷെ അവർ പുറത്തായിരുന്ന സമയത്ത് മദ്യവും മയക്കുമരുന്നും ഒക്കെ കഴിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി. പക്ഷെ ഇതിനകത്ത് വന്നപ്പോഴോ ഒന്നും കഴിക്കാൻ പറ്റാതെ ഓരോ മണിക്കൂറും ചെലവിടുകയാണ്. എന്നിനെയും പുറത്തിറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ജീവപര്യന്ത ശിക്ഷയൊക്കെ അനുഭവിച്ചാണ്. അപ്പൊ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ആരോഗ്യവും സ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ ജീവനുമാണ്. ഈ 3 ഉള്ളവരല്ലേ ഇവിടെ ഇരിക്കുന്നത്. ആ നമ്മൾ ദേവാലയത്തിലോട്ട് വന്ന് കേടരുത്, സന്തോഷത്തോടെ ലഭിച്ചതിന് നന്ദി പറയുക. ഇപ്പൊ എനിക്ക് കഴുത്തിന് വേദനയില്ല, കണ്ണിന് വേദനയില്ല, കാലിന് വേദനയില്ല, ഇനി ഉണ്ടെങ്കിലും അത് ഇത്രയല്ലേ ഉള്ളൂ. അതിലും അപ്പുറം അനുഭവിക്കുന്ന എത്രയോ ആൾക്കാര് ലഭിച്ചതിന് നന്ദി പറയുമ്പോൾ ഭഗവാനെ അതിന് 100 നന്ദി പറയുമ്പോൾ കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരും. നന്ദി പറയാൻ ഓരോ ദിവസവും കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗിക്കുക. ഇപ്പൊ തന്നെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ തേടിയെത്തുന്നു. നിങ്ങൾ ഒരു ഓട്ടോറിക്ഷയിൽ ഇവിടെ വന്ന് ഇറങ്ങുന്നു, 50 രൂപ കൊടുത്താൽ ഉടൻ തന്നെ നമ്മള് ആ മൂല്യം കൊടുത്തു കഴിഞ്ഞു, ഉടൻ തന്നെ ആയിക്കൊരു നന്ദി പറയുക. കാരണം നന്ദി ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നന്ദി പറയാനുള്ള അവസരങ്ങൾ ഭഗവാൻ നേരിട്ടെത്തിക്കുന്നു. പ്രപഞ്ചശക്തി ഇടപെടുന്നത് വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെയാണ് ആ എനർജി പ്രവർത്തിക്കുന്നത്. നേരിട്ട് വന്നൊന്നും ചെയ്യില്ല. ഇവിടെ കുറച്ചു മുമ്പ് ഞാൻ ഇവിടെ ഇരുന്നു, പെട്ടെന്ന് എനിക്ക് ദാഹം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയേ ഉള്ളൂ, ആ സെക്കൻഡിൽ എനിക്ക് വെള്ളം ഇവിടെ വന്നു. നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ? അത് പ്രപഞ്ചശക്തി ചില വ്യക്തികളെ ഇടപെടുത്തും. അവിടെ നമ്മൾ എന്താണോ തേടുന്നത് അത് നമ്മളെ തേടി വരും. നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഇത് വർദ്ധിപ്പിക്കാനാണ് നമ്മൾ ദേവചൈതന്യത്തിനായി ദേവാലയങ്ങളിലേക്ക് വരുന്നത്. അപ്പൊ പ്രാർത്ഥനയുടെ രഹസ്യം ഓർക്കുക, നിങ്ങൾ സന്തോഷത്തോടെ ആയിരിക്കണം, ഒരിക്കലും കണ്ണു നിറയരുത്. നമ്മൾ പരിചയമുള്ളവരെയൊക്കെ ചിലപ്പോൾ ക്ഷേത്രത്തിൽ കണ്ടെന്നിരിക്കാം, അവരുടെ മുഖത്ത് നോക്കി നമ്മൾ പുച്ഛിക്കുകയല്ല വേണ്ടത്. അറിയാം അവരെ പറ്റി, നിങ്ങളുടെ മുഖം തെളിയുന്നില്ല. നിങ്ങളുടെ മുഖം തെളിഞ്ഞാലേ അകം തെളിയുകയുള്ളൂ. അകത്തെ സംസാരമാണ് ദേവൻ അറിയൂ, പുറത്തെ അല്ല. അപ്പൊ ഇവിടെ ദേവാലയങ്ങളിൽ വരുമ്പോൾ ഓരോ കാഴ്ചകളും കണ്ണ് നിറച്ച് സന്തോഷത്തോടെ ഉള്ളിലേക്ക് എടുക്കണം. ആ ഉള്ളിലേക്ക് എടുക്കുന്നതാണ് നിങ്ങളിൽ പരിവർത്തനം ഉണ്ടാകുന്നത്. അല്ലാതെ പുറമെ എത്ര പരിപാടും പൂജ ചെയ്തെന്ന് പറഞ്ഞാലും മാറ്റം ഉണ്ടാകില്ല. ദുരിതങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പൊ ഈ ക്ഷേത്രങ്ങളിൽ വരുമ്പോൾ ഓരോ വ്യക്തികളുടെ മുഖം എങ്ങനെ ഇരിക്കണം? ചൈതന്യത്തോടെ ഇരിക്കുക. നമ്മുടെ ഉള്ളിൽ കലിയുഗമായതുകൊണ്ട് എല്ലാം മനസ്സിൽ ഉള്ളതെല്ലാം മുഖത്ത് കാണാം. ഇവിടെ ഇറങ്ങുമ്പോൾ ഇതിനകത്തോട്ട് കയറുമ്പോൾ മുഖം പ്രസാദാത്മകമായിരിക്കുക. ഈ പ്രസാദമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രസാദ കൂട്ടുണ്ടാക്കുന്നത്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ പ്രകർഷേണ ധ്യാനിക്കുന്ന പ്രാർത്ഥന നല്ല സന്തോഷത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ അത് ഇട്ടിട്ട് പോരരുത്. പലരുടെയും വിചാരം എന്താ, ഞാൻ കുറെ ശ്ലോകങ്ങളും മന്ത്രങ്ങളും ഭഗവാനെ പറ്റി ഒരുപാട് കീർത്തനങ്ങളൊക്കെ ചെല്ലുന്നുണ്ട്, അത് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്, ഇതെല്ലാം ഭഗവാൻ കേൾക്കുന്നുണ്ടെന്ന വിചാരം. അറിഞ്ഞു കണ്ട് ചെയ്തോളൂ എന്ന് നിങ്ങളുടെ സ്വപ്നത്തിൽ വിചാരിക്കണ്ട. നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോയി, ഡോക്ടർ നല്ല ഡോക്ടറാണ്, MBBS FRCS ഒക്കെയാണ്, നല്ല മരുന്നുമാണ് തന്നത്. ആ മരുന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങള് അയലോക്കക്കാരത്ത് എല്ലാത്ത പറയാ, ആ ഡോക്ടർ എത്ര നല്ല ഡോക്ടറാ, എന്ത് പെരുമാറ്റം, നല്ല ചൈതന്യമല്ലേ കണ്ടാൽ, നല്ല മരുന്നാ, ചുമന്ന മരുന്നാ, ഇതിനെപ്പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്?
നിങ്ങളത് കഴിക്കണം. നിങ്ങൾ ഉള്ളിലേക്ക് കഴിക്കേണ്ടത് എങ്ങനെയായിരിക്കണം? ഭഗവാനോട് അഭ്യർത്ഥിക്കുമ്പോൾ ഒന്നും യാചിക്കരുത്, ലഭിച്ചതിന് നന്ദി പറയുക. ആ പറയുന്നതോടൊപ്പം തന്നെ മുഖത്ത് സന്തോഷം ഉണ്ടായിരിക്കുക. പറഞ്ഞിട്ട് പോരരുത്, തിരികെ അത് സ്വീകരിച്ചതായി നിങ്ങൾ സങ്കല്പിക്കുകയും കൂടെ വേണം. തഥാസ്തു എന്നുള്ള ആ ഒരു വാക്യം നിങ്ങളുടെ ഉള്ളിൽ തിരികെ വരണം. ഇൻഷാ അല്ലാഹ്, ആമേൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? തഥാസ്തു. എല്ലാ മതങ്ങളിലും എന്താ പറയുന്നത്? നമ്മൾ അങ്ങോട്ട് ഭഗവാനോട് അഭ്യർത്ഥിച്ചാൽ അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഭഗവാൻ ഇങ്ങോട്ട് പറയണമെന്നില്ല, പക്ഷെ നിങ്ങൾ അത് പറയണം അനുഗ്രഹം ലഭിച്ചതായിട്ട്. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജീവിതത്തില് ഒരു സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു, ഒരു വീട് വെക്കുന്നു, ഒരു പരീക്ഷ എഴുതാൻ പോകുന്നു, നല്ലൊരു കർമ്മം ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഗുരുവോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, നമ്മൾ കേട്ടിട്ടില്ലേ മാതാപിതാ ഗുരു ദൈവം, ഞാനല്ലേ കേട്ടിരിക്കുന്നത്? തിരിച്ചാണോ? മാതാപിതാ ഗുരു ദൈവം. ദൈവത്തിന് പോലും 4ാമതാണ് സ്ഥാനം. അതിനു മുകളിലാണ് ഗുരു, അതിനു മുകളിലാണ് പിതാവ്, ഏറ്റവും ആദ്യമാണ് മാതാവ്. ഓരോ തിരിച്ചറിവും തന്ന അമ്മയാണ്. അപ്പൊ നമ്മൾ അനുഗ്രഹം തേടാൻ ഇവരുടെ പോകാറുണ്ടല്ലേ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നടക്കാൻ പോകുമ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരടുത്ത് പോയി അനുഗ്രഹം തേടും. അമ്മ അച്ഛനെ അല്ലെങ്കിൽ ഗുരുവിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് ഞാൻ പോവുകയാണെന്ന് അവരെന്ത് പറയും? നന്നായി വരട്ടെ, ശുഭമായി കലാശിക്കട്ടെ. അനുഗ്രഹം പറയാൻ അവര് സ്ഥൂല ശരീരമുണ്ട്, അതുകൊണ്ടല്ലേ അവർ അനുഗ്രഹം തിരിച്ചു തന്നത്. ഇനി അവര് ജീവിച്ചിരിപ്പില്ല എന്ന് വിചാരിച്ചു, ഭൗതിക ശരീരം പോയി, അവരുടെ ചിത്രത്തിൽ നോക്കി നമ്മള് പറയാറുണ്ടല്ലേ, അനുഗ്രഹം തേടാറുണ്ട്. ആ മാതാവിന്റെയോ പിതാവിന്റെയോ നമ്മൾ സങ്കല്പിക്കുന്ന ഗുരുവിന്റെയോ ജീവിച്ചിരുന്നപ്പോൾ നമുക്ക് അനുഭവമുള്ളവര് ആ ചിത്രത്തിൽ നോക്കി പറയുമ്പോൾ, അനുഗ്രഹം തേടുമ്പോൾ അവര് നമ്മളോട് പറയുന്നതായി നമ്മളൊരു സങ്കല്പം വരുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അതാണ് അനുഗ്രഹമായിട്ട് ഈ സൈക്കിൾ പൂർണ്ണമാകുന്ന പ്രാർത്ഥനയുടെ. നമ്മളിപ്പോ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ വിശേഷേണ ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹം. നമ്മുടെ ഈ ക്ഷേത്ര ചൈതന്യത്തിൽ അടങ്ങിയിരിക്കുന്ന വിഗ്രഹം എന്നത് ഷഠാധാര താത്വിക ചിന്തപ്രകാരം, ഷഠാധാര ക്രിയപ്രകാരം അനുഷ്ഠിച്ചിരിക്കുന്നതാണ്, ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. ശ്രീ ശങ്കരാചാര്യരാണ് നമ്മുടെ ഒട്ടുമിക്ക മഹാക്ഷേത്രങ്ങളുടെയും ഈ പൂജാവിധികളും ഒക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. ഷഠാധാരം 6 ആധാര ചക്രങ്ങൾ നമ്മൾ നേരത്തെ കണ്ട്. മൂലാധാരം മുതൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഗതം, വിശുദ്ധി, ആജ്ഞ, ഇത്രയും സ്ഥലത്തിലേക്ക് താഴേന്ന് ഈ കുണ്ടലിനെ ഉയർത്തുന്ന അല്ലെങ്കിൽ അതിനെ ക്ലീൻ ചെയ്യുന്ന പ്രോസസ്സാണ് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠകളിൽ ചെയ്യുന്നത്. അതിനെ ശുചീകരിക്കുക, അതിനെ ഉയർത്തുക, ഊർജത്തെ ഉയർത്തുക, ഈ 2 പ്രക്രിയകളാണ് അതിന് വിഗ്രഹാരാധനയിൽ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങോട്ട് വന്ന് നമ്മൾ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥന കൊടുക്കുമ്പോൾ ആ വിഗ്രഹത്തിൽ നിന്നും തിരികെ ഊർജം വരുന്നതായി നമ്മൾ സങ്കല്പിക്കണം. ഭഗവാനിലേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ എനിക്ക് തന്ന ജന്മത്തിന്, എനിക്ക് ഇതുവരെ കിട്ടിയ സൗഭാഗ്യത്തിന് നന്ദി പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, എന്തെങ്കിലും കൊച്ചു കാര്യങ്ങൾ ജീവിതത്തിൽ വേണമെങ്കിൽ അത് അഭ്യർത്ഥിച്ചാൽ അത് അങ്ങനെ തന്നെ ഭവിക്കട്ടെ എന്ന് ആ വിഗ്രഹത്തിൽ നിന്നും ഭഗവാന്റെ ചൈതന്യം നമ്മളോട് പറയുന്നതായി നിങ്ങൾ ചിന്തിക്കണം. പലപ്പോഴും എന്താ നമ്മൾ ചെയ്യുന്നത്? അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് വഴിപാടൊക്കെ എഴുതി കൊടുത്തിട്ട് എല്ലാം ഭഗവാൻ അങ്ങ് ചെയ്തോളൂ. കണ്ടറിഞ്ഞ് ചെയ്യുന്നവനാണല്ലോ ഭഗവാൻ എന്നുള്ള ചിന്തയൊക്കെ വെച്ചിരിക്കുന്നത്. ചെയ്യും. നമ്മൾ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചെങ്കിൽ മാത്രമേ നൽകേണ്ട പോലെ തരുവുള്ളൂ. അല്ലാതെ ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ക്രിയകൾക്കും ശക്തിയുണ്ട്. ആ ശക്തി നമ്മളിൽ അനുഭവവേദ്യമാകണമെങ്കിൽ നമ്മുടെ ചോദ്യങ്ങളും നമ്മുടെ പ്രവൃത്തിയും ശരിയായ യുക്തിപൂർവമായിരിക്കണം. ഈ ഭക്തിയിലെ യുക്തി അറിയുമ്പോൾ മാത്രമേ നമുക്ക് മുക്തി കിട്ടൂ. ആ മുക്തിയിലെ മോക്ഷം കിട്ടും. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? ഓ, പ്രാർത്ഥനയുടെ രഹസ്യം നമ്മുടെ സന്തോഷത്തോടു കൂടി, ലഭിച്ചതിന് നന്ദിയോടുകൂടി അവിടെ സ്മരിക്കുക. നമ്മുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങളിൽ എന്താ പ്രധാനം? നമുക്ക് ആരോഗ്യം വേണം, അല്ലെ? ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ആരോഗ്യം വേണം, നല്ല സമ്പന്നത വേണം. നല്ല സമ്പത്ത് നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ, ഈ വിളക്ക് കത്തിരിക്കണമെങ്കിൽ ഇതിനകത്ത് എണ്ണ ഒഴിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിലേ പ്രകാശപൂരിതമായിട്ട് ജീവിതം നയിക്കുള്ളൂ. അതിന് നല്ല സമ്പത്ത് വേണം. പിന്നെന്ത് വേണം? സന്തോഷം വേണം. ഈ 3 കാര്യങ്ങൾ അങ്ങോട്ട് അഭ്യർത്ഥിക്കുക. ചോദിച്ചാലോ അത് തഥാസ്തു, അത് സംഭവിക്കട്ടെ, നിന്നിലിതാ ഞാൻ ചൊരിഞ്ഞിരിക്കുന്നു അനുഗ്രഹം എന്ന് തിരികെ ആ ഭഗവാൻ നമ്മളോട് പറയുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? രഹസ്യം പിടികിട്ടുന്നുണ്ടോ? ഇന്ന് മുതൽ ഇതൊന്നും ചെയ്തു നോക്കിയാൽ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളിൽ അനുഭവങ്ങൾ വന്നുകൂടാം. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കും. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് സർവശക്തനാണ്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ വരുന്നതുകൊണ്ടും
പിന്നെ ഇതെല്ലാം ചെയ്തിട്ടും നമ്മുടെ മാലിന്യങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ അഭ്യർത്ഥിച്ചാൽ ലഭിക്കില്ല. ആദ്യം കഴുകിക്കളയേണ്ടത് നമ്മുടെ തന്നെ ചിന്തകളോട് കടന്നുകൂടിയ മാലിന്യങ്ങളാണ്. അതിനെ കളയാനാണ് നമ്മൾ ചിട്ടയോടുകൂടി ആരാധനാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നത്. പാല് വാങ്ങിക്കൊണ്ട് വരുന്നു, എല്ലാ സ്ഥലത്തു നിന്നും വാങ്ങുന്ന പാല് നല്ലതാണ്. പക്ഷെ ഒഴിച്ചു വെക്കുന്ന പാത്രം എങ്ങനെയായിരിക്കണം? അത് വൃത്തിയായിരിക്കണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പിരിഞ്ഞു പോകും. അപ്പൊ നമ്മൾ ഇതൊക്കെ പുറത്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും അകത്തെ ആത്മാവിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യത്തെ കഴുകിക്കളയാൻ ശ്രദ്ധയോടെയുള്ള നമ്മുടെ ശ്രമം ഓരോ ദിവസവും നടത്തുകയും അതോടൊപ്പം തന്നെ ഈ ഊർജത്തെ സ്വീകരിക്കാൻ വിധിപ്രകാരം നമ്മൾ മനസ്സിലാക്കിയവർ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ നമ്മൾക്ക് ഓരോ ദിവസവും അനുഭവവേദ്യമാകും. അപ്പം ശിവനെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാൻ പറ്റും. അതിലേക്കെത്താൻ ഒരു രൂപത്തിലോ അല്ലെങ്കിൽ ഒരു വസ്തുവിലോ ഒന്നും അല്ലാതെ ഭഗവാന്റെ സാന്നിധ്യം കിട്ടാൻ 6 പടികളുടെ ജ്ഞാനം ഉയരണം. 6 പടികൾ കയറുമ്പോഴേ ആ പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റൂ. അതൊക്കെ സൂചിപ്പിക്കുന്ന പാട്ടുകളൊക്കെ നമുക്ക് പലർക്കും അറിയാം, പാടി നടക്കാറുണ്ടല്ലേ? ശിവനെ പറ്റി തന്നെ പാടുന്ന പാട്ട് എന്താ? പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. കേട്ടിട്ടില്ലേ? ഇതൊക്കെ കാണപ്പെടറിയാം. എന്താ ഇതിന്റെ കഥ? പടി 6. ഏതൊക്കെ പടിയാ? സ്റ്റെപ്പ്. 1ാമത്തെ പടി എന്ന് പറയുന്നത് ജിജ്ഞാസയാണ്. എന്താണ്? ഇത് അറിയാനുള്ള ആഗ്രഹം, ഭഗവാനെ അറിയാനുള്ള ജിജ്ഞാസയാണ് 1ാമത്തെ പടി. ഇവിടെ ഇരിക്കുന്ന ഒരു ജിജ്ഞാസുക്കളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. ജിജ്ഞാസയുള്ളവരെ വളരൂ. ഏതൊരു വിഷയത്തെ പറ്റി ജിജ്ഞാസ വരുന്നവർക്ക് വളർച്ച ഉണ്ടാകൂ. അപ്പൊ ജിജ്ഞാസയാണ് 1ാമത്തെ പടി. 2ാമത്തെ പടി, ജിജ്ഞാസുമായിട്ട് നടക്കുന്നവർക്ക് യഥാർത്ഥ തിരിച്ചറിവ് കിട്ടാനുള്ള അവസരം ഈ പ്രപഞ്ചത്തിൽ എപ്പോഴെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ആരെങ്കിലും കണ്ടുമുട്ടും. അതിനെയാണ് ഗുരുസമാഗമം എന്ന് പറയുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ ഇരുട്ട്, രു എന്ന് പറഞ്ഞാൽ വെളിച്ചം. നമ്മുടെ അജ്ഞതയാണ് ഇരുട്ട്. അജ്ഞതയിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നവരാരോ അവര് ഗുരുക്കന്മാർ. അതിൽ തന്നെ ഈശ്വരനെ പരിചയപ്പെടുന്നവരാണ് സദ്ഗുരുക്കന്മാർ. എല്ലാ അറിവുകളും നമ്മുടെ അജ്ഞതയെ മാറ്റുന്നതാണ്. അപ്പം 2ാമത് ഗുരുസമാഗമത്തിലെത്തുന്നു. ജിജ്ഞാസുവിന് ഒരു ഗുരുസമാഗമം ഉണ്ടാകാവുന്നു. ഗുരുവിന്റെ അടുത്തെത്തിയാൽ ഗുരു ശിഷ്യന് യോജിച്ച രീതിയിലുള്ള സാധന ചിട്ടപ്പെടുത്തുന്നു. സാധന 3ാമത്തെ പടി. സാധന നിഷ്ഠ. ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ച് നമ്മൾ ഡെയിലി ചെയ്യാനുള്ള, ഈ ക്ലീൻ ചെയ്യാനുള്ള അനുഷ്ഠാനങ്ങൾ ചിട്ടപ്പെടുത്തി കൊടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ക്ഷേത്രങ്ങളിലെല്ലാം ആചാരാനുഷ്ഠാനങ്ങളിലെല്ലാം ചിട്ടപ്പെടുത്തിയത് ശ്രീ ശങ്കരാചാര്യരാണ് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഉത്തമനായ ഒരു ഗുരുവിനെ കിട്ടുന്നു നമ്മുടെ സാധന ചിട്ടപ്പെടുത്താൻ. അപ്പൊ 3ാമത്തെ പടി സാധന. ആദ്യത്തേത് ജിജ്ഞാസ, ക്യൂരിയോസിറ്റി. 2ാമത്തത് ഗുരുസമാഗമം. 3ാമത്തത് സാധന ഗുരുക്കന്മാരിൽ നിന്ന് ലഭിക്കുമ്പോൾ. ഈ ഗുരു എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ബുക്കായിരിക്കാം കേട്ടോ, അനുഭവമായിരിക്കാം, ഒരു വ്യക്തി ആയിരിക്കണമെന്നില്ല. നമുക്ക് വളരുന്നതിന് ആവശ്യമായ സാധന കിട്ടും ഒരു ഗുരുവിൽ നിന്നും. അപ്പം ജിജ്ഞാസ, ഗുരുസമാഗമം, സാധന. ആ സാധനയെ നമ്മള് സാധകൻ എന്ത് ചെയ്യണം? സാധന ചെയ്യണം, ആക്ട് ചെയ്യണം. സ്വാധ്യായം എന്ന് പറയും, സ്വയം അധ്യയനം ചെയ്യണം. 4ാമത്തെ പടി. ഒന്നുകൂടെ പറയാം: ജിജ്ഞാസ, ഗുരുസമാഗമം, സാധന, സ്വാധ്യായം. അത് കഴിഞ്ഞാൽ 5ാമത്തെ പടി അനുഭവം. സ്വയം നമ്മള് ചെയ്യുമ്പോഴാണ് അനുഭവങ്ങൾ കിട്ടിത്തുടങ്ങുന്നത്, സിഗ്നൽ കിട്ടിത്തുടങ്ങും. നിങ്ങൾ ഏതിനിറങ്ങി തിരിഞ്ഞാലും നിമിത്തങ്ങൾ പോലെ അനുകൂല സാഹചര്യം ഉണ്ടാകുന്നു. അത് ഉടനെ നമ്മൾ പറയാറില്ലേ, ഈശ്വര, ദൈവമേ വിളിക്കാറില്ലേ? അല്ലാതെ ഇതൊന്നും ചെയ്യാതെ ഇടയ്ക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല അനുഗ്രഹങ്ങള്. അപ്പോഴെല്ലാം പലരും ഭക്തരായിട്ടുള്ള അറിയാതെ ദൈവമേ എന്ന് വിളിച്ചു പോകില്ലേ? ആരുടെയെങ്കിലും ഇടപെടൽ ആ സമയത്തുണ്ടാകും, ദൈവമേ എന്ന് വിളിച്ചു പോകും. അനുഭവങ്ങളാണ്. അപ്പൊ അനുഭവം അത് ഓരോ ദിവസവും നമ്മൾ പരിശീലിക്കുമ്പോൾ, എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് അനുഭൂതിയിലേക്ക് കടക്കുന്നു. 6ാമത്തെ പടി. ഒന്നുകൂടെ ഞാൻ പറയാം: ജിജ്ഞാസ, ഗുരുസമാഗമം, സാധന, സ്വാധ്യായം, അനുഭവം, അനുഭൂതി. പിന്നെ എല്ലാത്തിനും ശിവനെ കാണാൻ സാധിക്കുന്നു. നമുക്ക് മുമ്പ് നിൽക്കുന്ന ഒരു ശിവമയമാണ്. ഒരു പൂച്ചയെ കണ്ടാലും പട്ടിയെ കണ്ടാലും ഒരു ജീവനാണെങ്കിൽ ശിവമയമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും ഉപദ്രവിക്കാൻ തോന്നുമോ? ഇല്ല. ഒരു ജീവനിലേക്ക് നമ്മൾ കൊടുക്കുന്ന എല്ലാം ശിവനിലേക്കാണ് എത്തുന്നത് എന്നുള്ള ആ തത്വത്തിലേക്ക് നമ്മൾ ഉയരുമ്പോൾ, ആ ഓഷ്യൻ ഓഫ് നോളജ്, അറിവിന്റെ സാഗരത്തിലേക്ക് നമ്മൾ എത്തുന്നു.
അപ്പോഴാണ് സത്യത്തിൽ നമ്മൾ ശിവനെങ്കിൽ എത്തുന്നത്. പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ. അപ്പൊ നമ്മളെല്ലാം ശിവഭക്തരാണെങ്കിൽ, ആ പ്രപഞ്ച ശക്തിയുടെ ഭക്തരാണെങ്കിൽ അതേപോലെ ആയിത്തീരണമെങ്കിൽ നമ്മളിലല്ലേ മാറ്റം വരുത്തുന്നത്. അപ്പൊ 6 പടി പറഞ്ഞു. അപ്പൊ ഒരു പടി കെട്ടണമെങ്കിൽ എവിടെ കെട്ടേണ്ടത്? വായുവിൽ കെട്ടാൻ പറ്റുമോ? അതിനെന്ത് വേണം? ഒരു ഗ്രൗണ്ട് വേണം, പ്രതലം ഭൂമി വേണം. ആ ഗ്രൗണ്ടാണ് ഭക്തി. ഈ ഭക്തി എല്ലാം ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? ജിജ്ഞാസ വരാൻ വേണ്ടിയിട്ടാണ്. ഈ ഭഗവത് ചൈതന്യത്തെ കാണാൻ പറ്റാത്ത ശക്തിയെ കാണുന്നതിന് പുറമേ നമ്മൾ ചെയ്യുകയാണ് ഓരോന്നും. നേരത്തെ പറഞ്ഞു മനസ്സിൽ മാറണമെങ്കിൽ പുറമേ ചെയ്യണം, അല്ലെ? നമ്മൾ ഭജന ചെല്ലുന്നതും നമ്മൾ ഉരുളിച്ച വഴിപാട് നടത്തുന്നതും പുറമേ ചെയ്യുന്നതെല്ലാം അകത്ത മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ചിന്തകളെ, മാലിന്യ ചിന്തകളെ കുറച്ച് കുറച്ച് കൊണ്ടുവന്നിട്ട് പിന്നീട് നമ്മൾ നൽകുന്ന നിർദ്ദേശമാണ് ഭഗവാനിലേക്ക് കൊടുക്കേണ്ട രീതി കൊടുക്കുമ്പോൾ അതിന്റെ ഫലം തിരികെ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നതെല്ലാം നമ്മൾ അനുവർത്തിക്കുന്നുണ്ട്, പക്ഷെ ഫലം കിട്ടുന്നില്ല. പണ്ട് കുഞ്ഞിത്തമ്പിയാര് പാടിയതുപോലെ, മുമ്പേ നടക്കും ഗോവുതന്റെ പിമ്പേ നടക്കും ബഹുഗോക്കളെല്ലാം. മുമ്പേ ഒരു പശു പോയി, കൂട്ടത്തോടെ പശുക്കൾ പോവാണ്. മുമ്പേ പോയ പശുവിന്റെ പുറകെ ബക്കറ്റോളരും പോവാ. എങ്ങോട്ടാ പോകുന്നു ഒരു പിടി? നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നു, ഇങ്ങനെ പ്രദക്ഷിണം വെക്കണം, അല്ല ഇന്ന രീതിയിൽ തൊഴണം, ഇന്നെ പ്രാർത്ഥിക്കണം. അവര് പറഞ്ഞെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നു. അതിന്റെ പിന്നിൽ തത്വം എന്താ? ഓരോ കർമ്മങ്ങൾക്കും കൊണ്ട് തത്വങ്ങള്. നമ്മൾ ക്ഷേത്രങ്ങളിലേക്ക് വരുമ്പോൾ പ്രദക്ഷിണം വെച്ചല്ലേ അകത്ത് കയറാനുള്ള ഒരു ഭക്തിയില്. ചുറ്റമ്പലം പ്രദക്ഷിണം വെച്ചിട്ടാണ് വരാറുള്ളത്. അപ്പൊ ഉപദേവതകൾ വെച്ചിട്ടല്ലേ ചുറ്റിനും? ഉണ്ടോ? നമ്മൾ ഈ അമ്പലത്തിൽ പ്രധാന ദേവൻ ശിവനാണെങ്കിൽ, അല്ലെങ്കിൽ ചിലടത്ത് ദേവിയാണെങ്കിൽ ഉപദേവതാ സങ്കല്പങ്ങളുണ്ട്. പുറമേ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇടത്തെ സൈഡിൽ ചിലപ്പോൾ സുബ്രഹ്മണ്യനായിരിക്കാം. അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അകത്തുള്ള ശിവഭഗവാൻ നമ്മുടെ മനസ്സിലില്ല, സുബ്രഹ്മണ്യനാണ് തൊട്ടുമുന്നിലേക്ക്, അല്ലേ? ആ സുബ്രഹ്മണ്യനിൽ നമ്മൾ മനസ്സർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എങ്ങനെയായിരിക്കണം? പ്രകർഷേണ, സന്തോഷത്തോടെ ധ്യാനിക്കണം, കരഞ്ഞുകൊണ്ടല്ല. ക്ഷേത്ര കവാടത്തിൽ വരുമ്പോൾ നിങ്ങളുടെ മുഖം പ്രസന്നവദനമായിരിക്കണം. നമ്മൾ മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാം ദൈവ ചൈതന്യങ്ങളാണ്. കൂടുതൽ അവിടെ ശക്തി ഉണ്ടാവും. അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ല നഷ്ടമുണ്ടോ ഒന്ന് പുഞ്ചിരിക്കുന്നതിന്? ഈ ചിരി കൊടുക്കുന്ന ഭഗവാനിലേക്കാണ്. എപ്പോഴും നൽകൽ കൂടുതൽ നൽകുമ്പോൾ മാത്രമേ തിരികെ ലഭിക്കുകയുള്ളൂ, നൽകാത്തത് തിരികെ ലഭിക്കില്ല. ഒരു ക്ഷേത്ര നടയില് ഒരു യാചകൻ എല്ലാ ദിവസവും ഇരുന്ന് യാചിക്കുമായിരുന്നു. അപ്പൊ ഈ സമയത്ത് സാധാരണ ഒരാള് ചെരുപ്പിട്ട് എല്ലാ ദിവസവും ഓടി അമ്പലത്തിലോട്ട് വരും, ചെരുപ്പൂരിട്ട് കയറി. ഭക്തനാണ് പുള്ളി. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇയാൾ നടന്നു വരുന്ന ആള് സൈക്കിളെ വരാൻ തുടങ്ങി. കുറച്ചുകൂടി ഉയർന്ന ജീവിത നിലവാരം. അപ്പോഴും അയാള് 10 പൈസ കൊടുത്തിട്ട് അമ്പലത്തിലോട്ട് പോകും, ഈ യാചകന് പൈസ കൊടുക്കും. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇയാൾ സ്കൂട്ടറെ വരാൻ തുടങ്ങി. അപ്പോഴും ഈ യാചകന് 2 രൂപ കൊടുത്തിട്ട് പോകും. എല്ലാ ദിവസവും എന്തെങ്കിലും കൊടുക്കും. അങ്ങനെ പടിപടിയായിട്ട് ഓരോരോ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോൾ ഇയാള് വലിയ കാറിലൊക്കെ വരാൻ തുടങ്ങി, കുടുംബത്തോടെ വരാൻ തുടങ്ങി. മക്കളും ഭാര്യയൊക്കെ ആയപ്പോൾ 5-8 വർഷം മുമ്പ് ഇതൊന്നുണ്ടായിരുന്നില്ല, വെറുതെ സൈക്കിൾ നടന്നു വന്ന ആളാണ്. അപ്പൊ യാചകൻ എപ്പോഴും ഇയാളെ ശ്രദ്ധിക്കുന്നു. ഇത്രയും വർഷമായിട്ട് അയാൾ അന്ന് ഒന്ന് യാചിച്ചിരിക്കുകയാണ്. ഇയാള് പടിപടിയായിട്ട് ഉയരുന്നുണ്ട്. പണ്ടൊരു കീറി ഷർട്ട് കിട്ടി വന്നിട്ട് നാളെ. അങ്ങനെ ഒരു ദിവസം ഈ ഭക്തൻ വന്നു പറഞ്ഞു, എടോ നാളെ എന്റെ പെരവാസോലിയാണ്, ഞാനൊരു വീട് വെച്ചു, നാളെ ഇയാൾ അവിടെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. പിന്നെ ഇയാൾ അദ്ദേഹത്തെ അറിയാം, ആ പ്രദേശത്തുള്ളതായിട്ട്. പിറ്റേ ദിവസം ഈ യാചകൻ ഉച്ചയ്ക്ക് ഈ ആളുടെ വീട്ടിൽ, ഈ ഭക്തന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇയാൾ വന്നപാടെ ദിവസം കാണുന്ന ആളല്ലേ, അയാൾക്ക് പ്രത്യേകം ഇലയൊക്കെ ഇട്ട് കൊടുത്ത് നിറയെ ഭക്ഷണമൊക്കെ കൊടുക്കും. അപ്പൊ ഈ യാചകനൊരു സംശയം, ഇദ്ദേഹത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യം എന്താ? ഞാൻ അന്നും എന്നും ഇവിടെ നിന്ന് യാചിക്കുകയാണ്, എനിക്കൊരു മാറ്റവും ഇല്ല, പ്രത്യേകിച്ച് ഭഗവാന്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുക, എനിക്ക് മാത്രം മാറ്റമില്ല. ഇദ്ദേഹം ഇങ്ങനെ ഓടി നടന്ന് ഇത്ര എന്റെ കൺമുന്നിലാണ് വളർന്നത്, ഇദ്ദേഹത്തെ മാത്രം ഭഗവാൻ എന്താ ഇത്ര അനുഗ്രഹിച്ചത്? ഇതൊന്ന് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ പിന്നാമ്പുറത്തോട്ട് അദ്ദേഹത്തെ വിളിച്ചു വെച്ചു, അതെ ഞാൻ ചോദിക്കുന്നുണ്ട് അതൊരാന്ന് വിചാരിക്കരുത്, ഞാൻ എത്രയോ നാളുകളായിട്ട് താങ്കളെ കാണുന്നതാണ്, താങ്കളുടെ ഈ വളർച്ചയ്ക്ക് വേണ്ടി എന്താ അവിടെ പോയി ചെയ്യുന്നത് ഭഗവാന്റെ അടുത്ത്? ഉടനെ ഇദ്ദേഹം ചിരിച്ചോണ്ട് പറഞ്ഞു, അയ്യോ അതിന് ഞാനൊന്നും ചെയ്യുന്നില്ല. അല്ല എന്തോ ചെയ്യുന്നുണ്ട്, എന്തോ എനിക്കൂടെ പറഞ്ഞു, ഞാൻ രക്ഷപ്പെടട്ടെ, ഞാൻ ഇത്ര ആളോട് യാചിക്കുന്നു. എടോ അതിന് നല്ലൊരു മനസ്സുണ്ടായാൽ മതി, എന്തെങ്കിലും നൽകിയാൽ മതി, ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് കൊടുത്താൽ മതി. എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ മതി. കൊടുക്കുന്ന ഹൃദയത്തിൽ നിന്നായിരിക്കണം, അർപ്പണമായിരിക്കണം, സമർപ്പണമായിരിക്കണം ഭഗവാന് കൊടുക്കേണ്ടത്. ഭഗവാൻ അതിന്റെ മൂല്യമല്ല, നമ്മൾ കാണുന്ന മൂല്യമല്ല. നിങ്ങൾ 1 രൂപയാണേലും
അത് ഹൃദയത്തിൽ നിന്ന് സമർപ്പിക്കുന്നതാണ്, നൽകുമ്പോഴാണ് ഇരട്ടിയാക്കി തരുന്നത്. ഇവിടെ ഈ യാചകൻ പറഞ്ഞു, നൽകാൻ എനിക്കൊന്നും ഇല്ലല്ലോ എൻ്റെ കയ്യില്, താങ്കൾക്ക് ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഞാൻ ദിവസവും ഭിക്ഷ എടുത്താണ് ജീവിക്കുന്നത്. ഉടനെ ഇയാള് പറഞ്ഞു, ഈ വീട്ടിലെ ഉടമസ്ഥൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, അതാണ് ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അയാൾ പറഞ്ഞു, എടോ സമ്പത്തൊന്നും കൊടുക്കാൻ പറ്റിയില്ലേലും എല്ലാ ദിവസവും തനിക്ക് എല്ലാവരും പൈസ തരുമ്പോ തിരിച്ച് ഒരു ചിരിയെങ്കിലും കൊടുക്കാവൂല്ലോ അല്ലേ? അതിന് പൈസ മുടക്കൊന്നുമില്ല. ഉണ്ടോ? നമുക്കറിയുന്ന ആൾക്കാരെ മുഖത്തോട്ട് നോക്കുമ്പോൾ മനോഹരമായിട്ട് ഹൃദയത്തിൽ നിന്നൊരു ചിരി, ആക്കി ചിരിയായിരിക്കരുത് കേട്ടോ, അത് ഹൃദയത്തിൽ നിന്ന് വരണം. ആ ഒരു പുഞ്ചിരി കൊടുക്കാൻ സാധിച്ചാൽ അതൊരു നൽകലല്ലേ? എത്രയോ ആൾക്കാർക്ക് ചിലപ്പം എത്ര ലക്ഷം കൊടുത്താലും മുഖം പുഞ്ചിരിപ്പിക്കാൻ പറ്റില്ല അല്ലേ? എന്നാ നേരെ മറിച്ച് നിങ്ങളുടെ മുഖത്തു നിന്നും അങ്ങോട്ട് വിടുന്ന ഒരു പുഞ്ചിരിയിൽ തിരിച്ചൊരു പുഞ്ചിരി നേടുത്താൻ സാധിക്കുമെങ്കിൽ അത്രത്തോളം വലിയൊരു കാണിക്ക ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ എത്ര കാണിക്ക ഇട്ടെന്ന് പറഞ്ഞാലും തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള ശത്രുവിനെ കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് അത് അവിടെ തീർന്നു. ഇതല്ലേ നമ്മുടെ ഈ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിസൂക്ഷ്മമായിട്ടാണ് പ്രപഞ്ച ശക്തി നമ്മൾ ഇടപെടുന്നെങ്കിൽ അവിടേക്ക് നിറയ്ക്കുന്നത് എങ്ങനെയായിരിക്കണം? ബുദ്ധിപൂർവ്വം നിറയ്ക്കാത്തതാണ് നമ്മളുടെയൊക്കെ അപജയത്തിന് കാരണം. അപ്പൊ ഭക്തിയുടെ യുക്തി കൃത്യമായിട്ട് അറിഞ്ഞ് നൽകൽ ഫ്രം ദ ഹാർട്ട്. എപ്പോഴും പല അനുഷ്ഠാനങ്ങൾ നമ്മൾ ഈ വഴിപാടൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ദക്ഷിണ കൊടുക്കുമ്പോൾ 101 കൊടുക്കാറില്ലേ? 1001, 10,001. എന്താ ഈ ഒന്നിന്റെ കണക്ക്? 10,000-ത്തിലും വിലയാണ് 1 രൂപയ്ക്ക്. അതായത് നമ്മൾ ലിമിറ്റ് ചെയ്യുകയല്ല, ഇനിയും ഞാൻ തരാൻ സന്നദ്ധനാണ്. അങ്ങോട്ട് കൊടുക്കുമ്പോൾ +1. 3 സ്ഥലങ്ങളിൽ വെറും കൈയോടെ പോകരുത് നിങ്ങള്. ഒന്ന്, മാതാപിതാക്കളെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകരുത്. ദേവാലയങ്ങളിൽ പോകുമ്പോൾ വെറും കൈയോടെ കാണാൻ പോകരുത്. സദ്ഗുരുക്കന്മാരെ കാണാൻ പോകുമ്പോൾ വെറും കൈയോടെ കാണാൻ പോകരുത്. എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചോണം. വലിയ മൂല്യമുള്ളതൊന്നും വേണമെന്നില്ല, ഒരു 10 രൂപ മതി. ആ 10 രൂപയുടെ വിലയല്ല ആ സമയത്ത് ഓർക്കുന്നതോ, ആ സമയത്ത് അവരെ ഓർത്തല്ലോ എന്നുള്ള സങ്കല്പമാണ് അവർ ഓർക്കുന്നത്. അത് വലിയൊരു അനുഗ്രഹമായിട്ട് നിങ്ങളിലേക്ക് ചൊരിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചില നിഷ്ഠകൾ നമ്മള് പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയും കൂടെ വരുമ്പോഴല്ലേ അതിന്റെ ഫലം ഉണ്ടാകുകയുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഓടി നടക്കുന്നു, പക്ഷെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളില് നമ്മുടെ ഭാഗം താൻ പാതി ചെയ്യാനുള്ള കാര്യങ്ങള് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമേ ഭഗവാന്റെ പാതി അനസ്യൂതം അങ്ങനെ നമ്മളിലേക്ക് പ്രവഹിക്കുകയുള്ളൂ. ഈ പ്രപഞ്ച രഹസ്യം അതാണ്. ആ രഹസ്യത്തെ ബോധ്യപ്പെടുത്താനാണ് ഒബ്ജക്റ്റീവ് ബേസിൽ പെരിഫറലായിട്ട് നമ്മൾ ചെയ്യുന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം. ഇത് ഞാനൊരു വലിയൊരു സാഗരത്തിന്റെ ഒരു കുമ്പിൾ മാത്രമേ പറഞ്ഞുള്ളൂ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ. ഈ അറിവുകളുടെ മഹാ അറിവിന്റെ ഒരു പിടി മാത്രമേ ഞാൻ നിങ്ങൾക്ക് മുന്നിലോട്ട് വെച്ചുള്ളൂ. ഇങ്ങനെ 100 ആചാരാനുഷ്ഠാനം പ്രതിഷ്ഠം വെക്കുന്നത് എന്തിനാണ്? അതോടൊപ്പം നമ്മൾ തീർത്ഥം കുടിക്കുന്നത് എന്താണ്? കൊടി കയറ്റുന്ന സമയത്ത് കൊടി ഇറങ്ങുമ്പോഴും അവിടെ കാണണം എന്ന് പറയാറുണ്ട് അല്ലേ? ഇല്ല, എന്താ പ്രശ്നം? ദോഷം. എന്താ ദോഷം? നമ്മുടെ മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയുള്ള ഊർജത്തെ ഉയർത്തുകയാണ്. അവിടെ പങ്കെടുക്കുമ്പോഴെല്ലാം നമ്മുടെ എനർജി ലെവൽ ഉയരുന്നു. അവിടെ നിർത്തിയാൽ കൊടി ഇറക്കുന്ന സമയത്തോട് ഡീഇർത്തി ചെയ്തില്ലെങ്കിൽ ചിത്തഭ്രമം ഉണ്ടാവും, വേറെ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഇതിന്റെ പിന്നെ രഹസ്യങ്ങളുണ്ട്, ആത്മീയ ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങൾ. ഇതറിഞ്ഞ് വേണം മഹാശക്തിയെ നമ്മൾ ഉപയോഗിക്കാൻ. ഞാൻ ഇവിടെ ഇത് പറയാൻ കാരണം, മഹാശക്തിയുള്ള മഹാക്ഷേത്രമാണിത്. ശിവചൈതന്യം ശക്തി സ്വരൂപമാണ്. ആ സ്വരൂപത്തോട് നമ്മൾ സമീപിക്കുമ്പോൾ അതിന്റെ ശാസ്ത്രീയത കൃത്യമായി അറിഞ്ഞ് സമീപിച്ചില്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷമായി ഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ, കലിയുഗത്തിൽ നമ്മൾ പലതും ചെയ്യുമ്പോൾ അതിന്റെ ശാസ്ത്രീയത അറിഞ്ഞ് ചെയ്യുക എന്നർത്ഥം. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഇവിടെ എത്തുവാനും ഏതാനും കുറച്ച് കാര്യങ്ങൾ, ചില അറിവുകൾ തിരിച്ചറിവാക്കി തരുവാനും ഇവിടെ ഇടപെട്ടതും പ്രപഞ്ച ശക്തിയാണ്, മഹാദേവൻ തന്നെയാണ്. എന്നോട് കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് മുമ്പായിട്ട് സംഘാടകർ പറഞ്ഞിരുന്നു, നാളെ ആയിരുന്നു ഡേറ്റ് ഫിക്സ് ചെയ്തെങ്കിലും അവർ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു തുടക്ക ദിവസം തന്നെ എത്തണമെന്ന് പറഞ്ഞു. അത് എന്നെ സംബന്ധിച്ച് കൂടുതൽ സന്തോഷമുണ്ടായി. കാരണം ഇന്ന് 1-ാം തീയതിയാണ്, ജനുവരി 1-ാം തീയതി 2025 ജനുവരി 1-ാം തീയതി ഒരു പിടി ആൾക്കാർക്ക് ഈ ഒരു പ്രപഞ്ച രഹസ്യത്തിന്റെ ഒരു ചെറിയ ഒരു കണമെങ്കിലും പകർന്നു കൊടുക്കാൻ അവസരം ലഭിച്ചതിൽ അത് എന്നെ ഈ പ്രപഞ്ച ശക്തി ഇടപെടുത്തുകയായിരുന്നു എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട്
ഈ ഒരു പുതുവർഷത്തില് എല്ലാവർക്കും കൂടുതൽ ആയുസ്സും ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ എന്റെ ഭാഷണം ഭഗവാന്റെ തൃപ്പാദങ്ങൾ അർപ്പിച്ചുകൊണ്ട്